മാജിക് നോവലിലേക്ക് സ്വാഗതം. തുലാഭാരം പാർട്ട് 6. കല്യാണത്തിന് പോകുമെന്ന് വാശി പറഞ്ഞെങ്കിലും തുളസിക്ക് പോകാനായില്ല. തൃക്കയിൽ നിന്ന് ആർപ്പും കുരവയും ഉയർന്നപ്പോൾ വടക്കേ മാരാത്തെ മുറ്റത്ത് നെഞ്ചിൽ ഇരു കൈകളും അമർത്തിപ്പിടിച്ച് അവൾ നിന്നു. ഹൃദയം പൊടിയുന്നതായി തുളസിക്ക് തോന്നി. എത്ര കാലമായി നെഞ്ചിൽ സൂക്ഷിച്ച സ്വപ്നമാണ് തകർന്നു പോയത്. മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് വരെ അവൾ പ്രതീക്ഷിച്ചു എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും. തന്റെ ജീവിതത്തിലേക്ക് നകുലേട്ടൻ മടങ്ങി വരും. നകുലനില്ലാത്തൊരു ജീവിതം തുളസിക്ക് സങ്കല്പിക്കാൻ വയ്യ. നാദസ്വരത്തിന്റെയും തകിലിന്റെയും മേളം മുറുകിയപ്പോൾ അവൾക്ക് മനസ്സിലായി, നകുലേട്ടൻ സ്വന്തം വധുവിന്റെ കഴുത്തിൽ താലി ചാർത്തുകയാണ്. ഇനി അദ്ദേഹം തന്റെ ആരുമല്ല. ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് തുളസി അകത്തേക്കോടി. ലക്ഷ്മി അവളെ പിടിച്ചു നിർത്തി. ഇത്രയ്ക്ക് താങ്ങാനാവണില്ലായിരുന്നെങ്കിൽ നിനക്ക് അവന്റെ കാല് പിടിക്കാമായിരുന്നില്ലേ മോളെ? താങ്ങാനാവണില്ല എന്നത് സത്യം, തുളസി സമ്മതിച്ചു. എന്നാലും എനിക്ക് വിധിച്ചിട്ടില്ലാത്തതിന് വേണ്ടി ഞാൻ കാലിൽ പിടിക്കില്ല ഏട്ടത്തി. എല്ലാം ഞാൻ കാരണോ? ലക്ഷ്മി സ്വന്തം ശിരസിൽ ആഞ്ഞടിച്ചു. അന്ന് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ നിനക്ക് ഒരിക്കലും ഇങ്ങനെ വരില്ലായിരുന്നു. തുളസി ലക്ഷ്മിയുടെ കൈ പിടിച്ചു തടഞ്ഞു. എനിക്ക് വരാനുള്ളത് എൻ്റെ വിധിയെ ഏട്ടത്തി. അത് ഒഴിവാക്കാൻ ഏട്ടത്തിക്ക് കഴിയില്ല. കല്യാണം കഴിഞ്ഞ് ഇടവഴിയിലൂടെ കാറുകൾ ഒഴുകി തെക്കേ മാരാത്തേക്ക് നീങ്ങുന്നത് മുറ്റത്തു നിന്നും തുളസിയും ലക്ഷ്മിയും കണ്ടു. ഏട്ടത്തിമാരെ ചേർത്ത് പിടിച്ചു കൂടെ അമ്പിളിയും രാധികയും ഉണ്ടായിരുന്നു. നിന്റെ കുട്ടിയുടെ നെഞ്ചു തകർത്തവനോടും ചോദിക്കണേ തേവരെ. ഉമ്മറ ഇറയത്ത് നിന്ന് ശാരദ നെഞ്ചിൽ തല്ലി ശപിച്ചു. തുളസി ഓടിച്ചെന്ന് അമ്മയെ പിടിച്ചു. അരുതമ്മേ, എനിക്ക് നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹം ആ കുട്ടിക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ. പാവം കുട്ടിയാ. ഈ ഗ്രാമത്തിന് വെളിയിലെ ജീവിതം എന്തെന്ന് പോലും അറിയില്ല. എനിക്ക് ഈ ജോലിയെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ തെക്കേ മാരാത്തു നിന്ന് വധുവിനെ എഴുന്നേൽക്കുന്നതിന്റെ കുരവ കേട്ടു. പെണ്ണില്ലാതിരുന്ന തെക്കേ മാരത്ത് ഇന്നു മുതൽ ഒരു പെണ്ണ് വിളക്ക് വയ്ക്കുകയാണ്. തുളസിയുടെ നെഞ്ചിലെ ഭാരം ക്രമേണ അലിഞ്ഞു. നമ്മുടെ നഷ്ടം മറ്റൊരാളുടെ നേട്ടമാകുമ്പോൾ അതോർത്ത് സന്തോഷിക്കുന്നവരാണ് സുമനസ്സുകളെന്ന് അവൾ മനസ്സാ സമാധാനിച്ചു. സന്ധ്യയ്ക്ക് തുളസി തറയ്ക്ക് ദീപം കൊണ്ടുപോയി വെച്ചത് ലക്ഷ്മിയാണ്. നടക്കാൻ അവൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ദീപം വെച്ച് തിരിയുമ്പോൾ പെട്ടെന്ന് വയറ്റിലെവിടെയോ ഒരു കൊളുത്തിപ്പിടുത്തം. ഒരു നിമിഷം നിന്നിട്ട് ലക്ഷ്മി വീണ്ടും നടന്നു. അതോടെ വയറ്റിനുള്ളിലെ വേദന താങ്ങാവുന്നതിലും അധികമായി. തുളസി, അമ്മേ, അവൾ കരഞ്ഞു. തുളസിയാണ് ഓടിയെത്തിയത്. എനിക്ക് വയ്യ, ഞാനിപ്പോൾ മരിക്കും, ലക്ഷ്മി പറഞ്ഞു. ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തുളസി ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ അകത്തേക്ക് നോക്കി വിളിച്ചു, അമ്മേ, ഒന്ന് ഇങ്ങോട്ട് ഓടി വരൂ. അത്ഭുതത്തിൽ ശാരദ ഉമ്മർത്തെത്തി. ഞാനൊരു വണ്ടി വിളിച്ചുകൊണ്ട് വരാം. അമ്മ ഒന്ന് ഏട്ടത്തി നോക്കിക്കോ. ഏട്ടത്തിക്ക് വയ്യ. തുളസി പുറത്തേക്ക് ഓടി. എനിക്ക് വയ്യൻ്റെ അമ്മേ. ലക്ഷ്മി നിലത്ത് വീണ് കരഞ്ഞു. ശാരദ വന്ന് അടുത്തിരുന്ന് താങ്ങി പിടിച്ചു. പറഞ്ഞ നേരം കൊണ്ട് തുളസി ഒരു ടാക്സി കാറുമായി എത്തി. അമ്മ വരണ്ട, കുട്ടികൾ തനിച്ചല്ലേ ഉള്ളൂ, അവൾ ശാരദയോട് പറഞ്ഞു. വഴിയിൽ അച്ഛനെ കണ്ടാൽ ഞാൻ കൂട്ടിക്കോളാം. വഴിയിൽ പക്ഷേ ഗോവിന്ദമാരാരെ കാണുകയുണ്ടായില്ല. രാജമ്മയുടെയും ചന്ദ്രികയുടെയും വീട്ടിൽ മുരളിയും ഉണ്ടായിരുന്നില്ല. ലക്ഷ്മി പകുതി അബോധാവസ്ഥയിലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ തുളസിക്ക് കരച്ചിൽ വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്ന ദിവസം ആകുന്നതേ ഉള്ളൂ. ഇത്ര വേഗം എന്താണ് സംഭവിച്ചതെന്ന് തുളസിക്ക് മനസ്സിലായില്ല. ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ലക്ഷ്മിയുടെ നില തീർത്തും വഷളായി കഴിഞ്ഞു. കാറിൽ നിന്ന് നേരെ ഇറക്കിയത് സ്ട്രക്ചറിലേക്കാണ്, അവിടെ നിന്ന് തിയേറ്ററിലേക്കും. ഉടനെ ഓപ്പറേഷൻ വേണം, ഡോക്ടർ തുളസിയോട് പറഞ്ഞു. വൈകുന്നത് അപകടമാണ്. തുളസിയാണ് ഒപ്പിട്ട് കൊടുത്തത്. ഉടനെ കുറച്ച് രക്തം വേണം, ഡോക്ടറുടെ അടുത്ത ഡിമാൻഡ്. ആ കുട്ടിയുടേത് O നെഗറ്റീവ് രക്തമാണ്. അത് ലഭിക്കാൻ ഇത്തിരി പ്രയാസം വന്നേക്കും. എന്തായാലും എത്രയും വേഗം ആളുകളെ കൊണ്ടുവരണം. എവിടെ നിന്ന് ആളുകളെ കിട്ടുമെന്ന് തുളസിക്ക് അറിയില്ലായിരുന്നു. ആ രക്തഗ്രൂപ്പിലുള്ള ആളുകളെ എങ്ങനെ തിരിച്ചു എറിയുമെന്നും എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അങ്ങിങ് ഓടി നടന്നു. അപ്പോഴാണ് സിറ്റിയിലെ റെഡ് ക്രോസ് സൊസൈറ്റിയിൽ ബ്ലഡ് ഡൊണേറ്റർമാരുടെ ലിസ്റ്റ് ഉണ്ടെന്ന് തുളസിക്ക് അറിവ് കിട്ടിയത്. അതേക്കുറിച്ച് അന്വേഷിക്കാനാണ് അവൾ സ്റ്റെയർ കേസ് ഇറങ്ങി പോർച്ചിനരികിലെ ടെലിഫോൺ ബൂത്തിലെത്തിയത്. അപ്പോഴാണ് അവിടെ വന്ന് നിൽക്കുന്ന ബൈക്കിൽ നിന്നും ഒരാൾ ഇറങ്ങിയത്. അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കൃഷ്ണചന്ദ്രൻ, കൃഷ്ണേട്ടൻ വന്നോ? സന്തോഷം കൊണ്ട് അവൾ കിതച്ചു. ഞങ്ങളുടെ ഒരു ബന്ധുവിനെ കാണാൻ വന്നതാണ്. കാർഡിയോളജി വിഭാഗത്തിലാണ് അയാൾ. തുളസി എന്താ ഇവിടെ? തുളസി ഉണ്ടായ കാര്യം പറഞ്ഞു. ഉടനെ രക്തം കിട്ടിയില്ലെങ്കിൽ ഏട്ടത്തിയുടെ നില. കൃഷ്ണചന്ദ്രൻ തുളസിയെ സമാധാനിപ്പിച്ചു. എൻ്റെ രക്തവും O നെഗറ്റീവ് ഗ്രൂപ്പാ. ഈ ശരീരത്തിലുള്ളത് മുഴുവൻ ഊറ്റിയെടുത്തോട്ടെ.
സന്തോഷം കൊണ്ട് തുളസി വീണ്ടും പൊട്ടിക്കരഞ്ഞു. പിന്നെ എല്ലാം തിടുക്കത്തിൽ നടന്നു. രക്തം നൽകിയ ശേഷം കൃഷ്ണചന്ദ്രൻ തുളസിയുടെ അരികിലെത്തി. ആരാണ് കൂടെ ഉള്ളത്? ആരാണ് ഞങ്ങൾക്ക് കൂടെ വരാനുള്ളത് കൃഷ്ണേട്ടാ? തുളസി ചോദിച്ചു. ഈ അവസ്ഥയാണല്ലോ എൻ്റെ ഏട്ടത്തെ ഇവിടം വരെ എത്തിച്ചത്. കൃഷ്ണചന്ദ്രൻ മറുപടി പറയാതെ മുഖം തിരിച്ചു. കൃഷ്ണേട്ടൻ ഇപ്പൊ എവിടെയാ? തുളസി തിരക്കി. അമ്മാമ്മയുടെ കൂടെയാണെന്ന് ആരൊക്കെയോ പറഞ്ഞറിഞ്ഞു. ഒന്ന് തിരക്കി ചെല്ലാനുള്ള ധൈര്യം പോലും ഇല്ലായിരുന്നു. ഞങ്ങളാണല്ലോ ആ കുടുംബം ഇങ്ങനെ ആക്കിയത്. മാപ്പ് പറയാനുള്ള ധൈര്യം പോലും ഇല്ല. കൃഷ്ണേട്ടനെ ഇങ്ങനെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയില്ലായിരുന്നു. കാണാനായി വന്നതല്ലല്ലോ. തുളസിയെ നോക്കാതെയാണ് കൃഷ്ണചന്ദ്രൻ പറഞ്ഞത്. കാണണമെന്നുമില്ലായിരുന്നു എനിക്ക്. എങ്കിലും ഇത്തരം ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉപകരിക്കാൻ കഴിഞ്ഞല്ലോ. സന്തോഷമുണ്ട്. ഇനി ഞാൻ പോവുകയാ. ഏട്ടത്തി ഒന്ന് കാണാതെയോ? തുളസി നടുക്കത്തിൽ കൃഷ്ണചന്ദ്രനെ നോക്കി. എന്തിനാ കാണുന്നത്? ഏട്ടത്തിയുടെ തെറ്റ് ഏട്ടത്തിയെ മാത്രമേ ബാധിച്ചിരുന്നുള്ളൂ. അതിൻ്റെ ശിക്ഷയായി സ്വന്തം ജീവിതം ഉപേക്ഷിക്കാനായിരുന്നു ഏട്ടത്തിയുടെ തീരുമാനം. ആ പാവത്തെ കൃഷ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചഴിച്ചതും അങ്ങനെ കൃഷ്ണേട്ടനോടും അമ്മയോടും ഇത്ര വലിയൊരു പാതകം ചെയ്തത് ഞാനൊരുത്തിയ. ആരുമാവട്ടെ, കൃഷ്ണചന്ദ്രൻ പറഞ്ഞു. എനിക്കിപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപമാനം താങ്ങാനുള്ള കരുത്തുണ്ടായിരുന്നില്ല മനസ്സിന്. അന്യൻ്റെ കുട്ടിയുടെ തന്ത ചമഞ്ഞ് ജീവിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപൂർവം ചില സന്ദർഭങ്ങളിൽ ഞാൻ എന്നോട് സ്വയം ചോദിച്ചിട്ടുണ്ട്, ലക്ഷ്മിക്ക് മാപ്പ് കൊടുത്ത് അവളെ കൈയേറ്റൂടെ എന്ന്. എന്തോ അത്രയ്ക്ക് വലിയൊരു മനുഷ്യനാകാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്തു പറഞ്ഞാലും ഏട്ടത്തി ഒന്ന് കണ്ടിട്ടേ കൃഷ്ണേട്ടൻ പോകാവൂ. തുളസി തൊഴുതു. ഈ മുഖം ഒരു നോക്ക് കാണാനായാൽ ഏട്ടത്തേക്കും അതൊരു വലിയ പുണ്യമായിരിക്കും. പക്ഷേ തൻ്റെ ഏട്ടത്തിയുടെ കുഞ്ഞിനെ എനിക്ക് കാണാൻ വയ്യ. കൃഷ്ണചന്ദ്രൻ മുഖം കുനിച്ചു. പറയാതിരിക്കാൻ വയ്യ എനിക്ക്. സത്യത്തിൽ ഏറ്റവും നിരപരാധിയാ കുഞ്ഞ. പക്ഷെ ഞാൻ എന്താ ചെയ്യുക? തുളസി വിഷമത്തോടെ കൃഷ്ണചന്ദ്രനെ നോക്കി. അയാൾ പക്ഷെ പോയില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് പുറത്തു വന്ന് അന്വേഷിച്ചു. ലക്ഷ്മിയുടെ ബന്ധുക്കൾ ആരാ ഉള്ളത്? ഞാനുണ്ട്. തുളസി അടുത്തേക്ക് നടന്നു ചെന്നു. ആണുങ്ങളാരുമില്ലേ? അവർ വീണ്ടും കണ്ണോടിച്ചു. തുളസി അറിയാതെ കൃഷ്ണചന്ദ്രനെ ഒന്ന് നോക്കി. അയാൾ മെല്ലെ അവർക്കരികിലേക്ക് വന്നു. ലക്ഷ്മിയുടെ ഭർത്താവാണോ? സിസ്റ്റർ കൃഷ്ണചന്ദ്രനോട് തിരക്കി. പതറിയത് തുളസിയാണ്. കൃഷ്ണചന്ദ്രൻ പക്ഷേ അലിവ് കാണിച്ചു. അതെ. തുളസിയിൽ ഒരു കോരിത്തരിപ്പുണ്ടായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഡോക്ടർ വിളിക്കുന്നു, അകത്തേക്ക് വരൂ, നേഴ്സ് അറിയിച്ചു. തുളസിയെ നോക്കിയിട്ട് ശങ്കയോടെ കൃഷ്ണചന്ദ്രൻ അകത്ത് കടന്നു. പുറകെ തുളസിയും ചെന്നു. ഡോക്ടർ കൃഷ്ണചന്ദ്രനോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് പറഞ്ഞത്, ക്ഷമിക്കണം. അല്പം പതർച്ചയോടെ ഡോക്ടർ തുടർന്നു. ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഓപ്പറേഷൻ സക്സസ് ആയെങ്കിലും ലക്ഷ്മിയുടെ കുട്ടിയെ രക്ഷപ്പെടുത്താനായില്ല. ആദ്യം അനുഭവപ്പെട്ടത് ഞെട്ടലായിരുന്നു തുളസിക്ക്. അറിയാതെ നെഞ്ചോട് കൈകൾ ചേർക്കുകയും ചെയ്തു അവൾ. അടുത്ത നിമിഷം തുളസി കൃഷ്ണചന്ദ്രനെ നോക്കി. വല്ലാതെ വിമ്മിട്ടോ കിതപ്പുമായിരുന്നു ആ മുഖത്ത്. കൃഷ്ണേട്ടന് വിഷമമുണ്ടോ? അല്പം മുമ്പാണ് തൻ്റെ ഏട്ടത്തിയുടെ കുഞ്ഞിനെ എനിക്ക് കാണാൻ വയ്യ എന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു പോയതിൻ്റെ വിഷമമാണോ? തുളസി മെല്ലെ കൃഷ്ണചന്ദ്രൻ്റെ കൈത്തണ്ടയിൽ തൊട്ടു, സാന്ത്വനിപ്പിക്കാൻ എന്നോണം. അപരാധിയെപ്പോലെ കൃഷ്ണചന്ദ്രൻ തുളസിയെ നോക്കി. എന്നിട്ട് മുഖം കുനിച്ചു. അല്പം മുമ്പ് പറഞ്ഞതോർത്താണോ? തുളസി ചോദിച്ചു. സാരമില്ല കൃഷ്ണേട്ടാ, ആരും അങ്ങനെയല്ലേ പറയൂ. അബോഷന്റെ സമയം കഴിഞ്ഞു പോയതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഞങ്ങളായി അതിനെ ഒഴിവാക്കിയേനെ. തുളസി ഏങ്ങിക്കരഞ്ഞു. എന്ത് ചെയ്യാം, ഇത്രയൊക്കെ സംഭവിക്കാൻ വേണ്ടി അതിന് ദൈവം ആയുസ് കൊടുത്തു. ലക്ഷ്മിയുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ. കൃഷ്ണചന്ദ്രന്റെ ശബ്ദം പതറി. ഇതിപ്പോ ദൈവം എന്നെ ശിക്ഷിച്ചതാ. സാരമില്ല കൃഷ്ണേട്ടാ, രക്ഷിച്ചതായി ആരും കരുതും. എന്നുവെച്ച് കൃഷ്ണേട്ടൻ എൻ്റെ ഏട്ടത്തിയെ സ്വീകരിക്കണമെന്ന് ഞാൻ പറയില്ല. ഒരു നോക്ക് പരസ്പരം കണ്ടിട്ടേ പോകാവൂ. ഏട്ടത്തിയെ കാണാൻ വന്നതാണെന്നേ ആ പാവം കരുതും. അത് ആ പാവത്തിന് ഒരുപാട് ആശ്വാസം കൊടുക്കും. പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ. കൃഷ്ണചന്ദ്രൻ മെല്ലെ തലകുലുക്കി. കണ്ടിട്ടേ പോകുന്നുള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പോൾ പഴയ സിസ്റ്റർ വീണ്ടും എത്തി. ലക്ഷ്മിയെ വേണേച്ചാ കയറി കാണാം. സെഡേഷനിൽ നിന്ന് റിലീവ് ആയിട്ടില്ല. എന്നാലും വിളിച്ചാൽ കണ്ണു തുറക്കും. തുളസി മുമ്പേയും കൃഷ്ണചന്ദ്രൻ പിമ്പയുമായി അകത്ത് ചെന്നു. ലക്ഷ്മി ഉറങ്ങുകയാണ്. തുളസി ഒന്ന് വിളിച്ചു, ഏട്ടത്തി. ആ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു. മയക്കത്തിൽ നിന്നെന്നോണം ആ മിഴികൾ അല്പം ഒന്ന് വിടർന്നു. വീണ്ടും ക്ഷീണത്തിൽ അത് അടഞ്ഞുപോയി. അതുകൊണ്ട് കൃഷ്ണചന്ദ്രൻ വിളിക്കാൻ പോയില്ല. പുറത്തേക്ക് വന്നപ്പോൾ അയാൾ തുളസിയോട് പറഞ്ഞു, ലക്ഷ്മിക്ക് ബോധം വീണിട്ടേ ഞാൻ പോണുള്ളൂ. തിടുക്കമുണ്ടേച്ചാ പോയിട്ട് വന്നാലും മതി. ഇല്ല,
കൃഷ്ണചന്ദ്രൻ തീർത്തു പറഞ്ഞു. തുളസി ഇവിടെ തനിച്ചല്ലേ, വീട്ടിൽ നിന്ന് ആരും വന്നില്ലല്ലോ എന്ന് അപ്പോഴാണ് തുളസി ഓർത്തത്. അമ്മയെ കൊണ്ടും കുട്ടികളെ കൊണ്ടും ഒന്നിനും ആവില്ല. വിവരമറിഞ്ഞ് അച്ഛൻ പോലും ഒന്ന് വന്നില്ലല്ലോ. ഒരുപക്ഷെ ബസ് കൂലിക്ക് പോലും കയ്യിൽ പണം കാണില്ല. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കാരണം പറഞ്ഞ അച്ഛൻ ഒഴിയാലോ. തുളസിക്ക് കുടിക്കാൻ എന്തെങ്കിലും? കൃഷ്ണചന്ദ്രൻ ചോദിച്ചു. എത്ര സമയമായി ഈ നിൽപ്പ് നിൽക്കണം? സാരമില്ല കൃഷ്ണേട്ടാ, എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, കൃഷ്ണചന്ദ്രൻ നിർബന്ധിച്ചു. തുളസി റൂമിലേക്ക് പൊയ്ക്കോളൂ, ഞാൻ കുടിക്കാനോ കഴിക്കാനോ എന്തേലും വാങ്ങിക്കൊണ്ടുവരാം. കഴിക്കാനൊന്നും വേണ്ട, തുളസി പറഞ്ഞു. അതൊക്കെ ഏട്ടത്തി കണ്ണു തുറന്ന് സംസാരിച്ചിട്ട് മതി. കൃഷ്ണേട്ടന് നിർബന്ധം വെച്ചാൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ മതി. പിന്നീട് അവർ റൂമിലാണ് കാത്തിരുന്നത്. എങ്കിലും പരസ്പരം ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ ലക്ഷ്മി ഉണർന്നതായി സിസ്റ്റർ വന്നറിയിച്ചു. വേദന ഉണ്ടായിരുന്നതിനാൽ അവൾ വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. എന്നാൽ തുളസിയുടെ പിന്നാലെ കയറി വന്ന കൃഷ്ണചന്ദ്രനെ കണ്ടതോടെ ആ കരച്ചിൽ നിലച്ചു. അവിശ്വസനീയതയുടെ ഒരു ഞെട്ടൽ ആ കണ്ണുകളിൽ. അടുത്ത നിമിഷം അവൾ വിതുമ്പിക്കരഞ്ഞു. അത് സിസേറിയന്റെ വേദന കൊണ്ടായിരുന്നില്ല. ലക്ഷ്മിയുടെ കിടക്കയുടെ അരികിലെത്തി കൃഷ്ണചന്ദ്രൻ ആ കൈത്തണ്ടയിൽ തൊട്ടു. പിന്നെ മൃദുവായി ആ കൈത്തണ്ട തഴുകി. ലക്ഷ്മി, ഞാൻ വന്നു, അയാൾ ശബ്ദിച്ചു. ലക്ഷ്മിയുടെ കരച്ചിൽ ഒന്നുകൂടി ശക്തമായി. കൃഷ്ണചന്ദ്രൻ തുളസിയെ നോക്കി. കരഞ്ഞോട്ടെ, അവൾ പറഞ്ഞു. വേദന കൊണ്ടാവും. അതോ കുട്ടിയെ ഓർത്തോ? കൃഷ്ണചന്ദ്രൻ തിരക്കി. തുളസി മിണ്ടിയില്ല. അവളുടെ മുഖം ഒന്ന് കനത്തു. പെട്ടെന്ന് ലക്ഷ്മിയുടെ കരച്ചിൽ നിലച്ചു. അവൾ മുഖം ഒരു വശത്തേക്ക് ചിരിച്ചു. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, കൃഷ്ണചന്ദ്രൻ പറഞ്ഞു. ഡോക്ടറെ ഒന്ന് കണ്ടേക്കാം. തിരിച്ചു വരുവോ? തുളസി ശങ്കയിൽ കൃഷ്ണചന്ദ്രനെ നോക്കി. വരുമെന്ന് പറഞ്ഞാൽ വരും. കൃഷ്ണചന്ദ്രന്റെ മുഖത്ത് ഗൗരവമായിരുന്നു. അവൾ നടന്നു കഴിഞ്ഞിരുന്നു. അതോടെ ലക്ഷ്മി കണ്ണുകൾ തുറന്നു. തുളസിക്കത് അത്ഭുതമായി. കൃഷ്ണേട്ടൻ വന്നത് കണ്ടില്ലേ? അവൾ ചോദിച്ചു. ഉവ്വ് എന്ന അർത്ഥത്തിൽ ലക്ഷ്മി ഒന്ന് തലകുലുക്കി. തിരിച്ചു വരുമെന്ന് പറഞ്ഞാ പോയത്. ലക്ഷ്മിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്, തുളസി പറഞ്ഞത്. ലക്ഷ്മിയുടെ കണ്ണുകളിൽ വീണ്ടും ഈറൻ പൊടിഞ്ഞു. പക്ഷേ അവൾ ഒരക്ഷരവും ശബ്ദിച്ചില്ല. സംഭവിച്ചതെല്ലാം നല്ലതിനായിരിക്കാം, തുളസി പറഞ്ഞു. എനിക്ക് അങ്ങനെയാ തോന്നുക. എനിക്കൊന്നും തോന്നണില്ല. ഇനി എന്താ എൻ്റെ ജീവിതത്തിൽ നല്ലതായി ബാക്കിയിരിക്കണത്? ഞാനൊന്നും കാണണില്ല. ആ വിഷയം വിടണത് നല്ലതെന്ന് തുളസിക്ക് തോന്നി. വേദന കുറവുണ്ടോ? അവൾ ചോദിച്ചു. അല്പസമയത്തേക്ക് കുറയും, വീണ്ടും പഴയതിലിരട്ടിയായി വരും. എനിക്ക് ഇവിടെ നിന്നൊന്ന് പോയാൽ മതി. അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ, ഡോക്ടർ സമ്മതിക്കണ്ടേ? 2 ദിവസം കഴിഞ്ഞ് തുളസി ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോയി. ഡിസ്ചാർജ് ആകുമ്പോൾ ആശുപത്രി ബില്ലടയ്ക്കണം. അതിനായി പണം കരുതണം. വീട്ടിൽ നിന്ന് ആരും അന്വേഷിച്ചു വന്നില്ല. കൃഷ്ണചന്ദ്രനും തിരിച്ചെത്തിയില്ല. തുളസി മാരാത്ത് ചെല്ലുമ്പോൾ ശാരദയും അമ്പിളിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാധിക സ്കൂളിൽ പോയിരുന്നു. അച്ഛൻ എവിടെ പോയിന്ന് അമ്മയ്ക്ക് അറിയുകയില്ല. യാത്ര ചെയ്തതിൻ്റെ ദാഹം തീർക്കാൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് കുടിച്ച ശേഷം തുളസി തിരക്കി. അമ്മയ്ക്ക് വയ്യെന്നറിയാം. ആരെയെങ്കിലും പറഞ്ഞു വിട്ടെങ്കിലും ഞങ്ങളെ ഒന്ന് അന്വേഷിച്ചില്ലല്ലോ. ആരെ പറഞ്ഞു വിടും ഞാൻ? ശാരദ ചോദിച്ചു. വയ്യെങ്കിലും മുരളിയെ ചെന്ന് കണ്ടതാ ഞാൻ. നിങ്ങൾ 2 പെണ്ണുങ്ങളുടെ കാര്യം അവൻ്റെ അടുത്ത് പറയരുതെന്നാ പറഞ്ഞത്. അവൻ മാത്രമല്ല, നാട്ടുകാർ മൊത്തം കാർക്കിച്ചു തുപ്പുക കാണുമ്പോൾ. തുളസി അതോടെ നിശബ്ദയായി. അവൾ എന്തേ, ചത്തോ ഉണ്ടോ? ശാരദ ചോദിച്ചു. തുളസി സ്തബ്ധയായി. ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ സ്നേഹം സമൃദ്ധമായി നൽകിയാണ് മക്കളെ വളർത്തിയത്. എന്നിട്ടും ചോദിച്ചല്ലോ ഇങ്ങനെ. ആശുപത്രിയിലേക്ക് പോയ പൂർണ്ണ ഗർഭിണിയായ മകളെക്കുറിച്ച് ഒരമ്മയ്ക്ക് ഈ വിധം സംസാരിക്കാനാവുമോ? എന്താ നീ മിണ്ടാത്തെ? ഇക്കുറി ശാരദയുടെ സ്വരത്തിൽ ഉത്കണ്ഠയും നേർത്ത പരിഭ്രമവും പ്രതിധ്വനിച്ചു. എന്തു പറ്റിയവൾക്ക്? ഒന്നും അരുതാത്തതായി സംഭവിച്ചില്ല, തുളസി പറഞ്ഞു. പ്രസവം മെനഞ്ഞാന്നായിരുന്നു. ഓപ്പറേഷനായിരുന്നു. അതുകൊണ്ട് വേദനയുണ്ട്. അമ്പിളി തുളസിയെ കെട്ടിപ്പിടിച്ചു. അവളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. സാരയില്ല മോളെ, തുളസി അനിയത്തിയെ തഴുകി. ഏട്ടത്തിക്ക് ഇപ്പോൾ ആശ്വാസമുണ്ട്. 2-3 ദിവസം കഴിഞ്ഞാൽ കൊണ്ടുപോരാ. വീണ്ടും അവൾ ശാരദയുടെ നേർക്ക് തിരിഞ്ഞു. ഡിസ്ചാർജ് ആവുമ്പോൾ പണം കുറയാവും. എവിടുന്നെങ്കിലും അതുണ്ടാക്കണം. എവിടുന്നുണ്ടാക്കും? കുഴിച്ചെടുക്കുവോ? ശാരദയുടെ ദാക്ഷിണ്യമില്ലാത്ത സംസാരം. തുളസി ആ സംഭാഷണം അവസാനിപ്പിച്ചിരുന്നു. ആപത്ത് വരുമ്പോൾ ഓടിച്ചെല്ലാൻ ഒരിടമുണ്ടായിരുന്നു, ശേഖരമാമ. ഇനി എങ്ങനെ തെക്കേ മാരത്തേക്ക് ചെല്ലും? അവിടെ നകുലേട്ടനും ഭാര്യയും ഉണ്ടാകും. നാട്ടുകാരി ആയതുകൊണ്ട് ആ കുട്ടിക്ക് തന്നെ അറിയാം നകുലേട്ടനുമായുള്ള തൻ്റെ ബന്ധവും. വേണ്ട, അവർ സുഖമായി ജീവിച്ചോട്ടെ. കൈതാരത്തിന് പോയാൽ
മാഷന്മാരുടെയും ടീച്ചർമാരുടെയും കൈവശം പണം ഉണ്ടാവണമെന്നില്ല. മാസാവസാനമായി ഉള്ളവർ തരണമെന്ന് നിർബന്ധമില്ല. എല്ലാറ്റിനുപരി തൻ്റെ ആവശ്യം ആരോടും പറയാനും കഴിയില്ല. കൃഷ്ണേട്ടൻ തുണയ്ക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതും അസ്തമിച്ചു. വന്നു. കണ്ണിൽ പെട്ടുപോയതുകൊണ്ട് മാത്രമാവും കക്ഷി അത്രയും സമയം ആശുപത്രിയിൽ തങ്ങിയത്. എൻ്റെ കാതിൽ 2 പൊട്ടുകമ്മലുണ്ട്, ശാരദ പറഞ്ഞു. ഇതിൻ്റെ കാതിലേതും എടുത്തോളൂ. അമ്പിളിയെ ചൂണ്ടിയാണ് പറഞ്ഞത്. പണയം വെച്ചാൽ ഒന്നും കിട്ടില്ല, വിറ്റോളൂ. അമ്പിളി അപ്പോഴേക്ക് കമ്മൽ 2 ഊരിക്കഴിഞ്ഞു. വേണ്ട മോളെ, തുളസി പറഞ്ഞു. സ്വർണം വിൽക്കാനാണെങ്കിൽ നിന്റെ കഴുത്തിൽ ഒരു സ്വർണ്ണ നൂലുണ്ട്, ഏട്ടത്തിയുടെ കഴുത്തിലും ഉണ്ടല്ലോ. മാനം നഷ്ടപ്പെട്ടവർക്ക് എന്തിനാ സ്വർണ്ണാഭരണം? നിന്റേത് കളയണ്ട, ശാരദ തുളസിയോട് പറഞ്ഞു. പിള്ളേരുടെ മുന്നിൽ പോയി നിൽക്കേണ്ടതല്ലേ? കഴുത്ത് പറിച്ചാൽ നിന്റെ മുഖം കാണാൻ കൊള്ളില്ല. ആർക്കാ എൻ്റെ മുഖം കാണേണ്ടത്? തുളസിക്ക് ഈർഷ്യ വന്നു. മരണദേവനോ? അയാൾക്ക് മുഖം വേണ്ട, പ്രാണം മതി. തുളസി എഴുന്നേറ്റ് കഴിഞ്ഞു. കഴുത്തിലെ മാല വിറ്റിട്ടും കുറച്ച് പണമേ കിട്ടിയോളൂ. നിവൃത്തിയില്ലാതെ വന്നാൽ ലക്ഷ്മി ഏട്ടത്തിയുടെ മാല കൂടി തുലയ്ക്കാമെന്ന് തീരുമാനിച്ചു. ലക്ഷ്മിക്കായി 1-2 സാരി കൂടി എടുത്ത് തുളസി ബാഗിൽ വെച്ചു. ഇറങ്ങാൻ നേരം ശാരദ ചോദിച്ചു, തന്തയില്ലാത്ത കുട്ടിയെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുവോ? ഇല്ല, വഴിയിൽ വലിച്ചെറിയും. അമ്മയുടെ അതേ വർത്തമാനം തന്നെ തുളസിയുടെ നാവിലും വന്നു. ശാരദ പിന്നെ ശബ്ദിച്ചില്ല. തുളസി ആശുപത്രിയിൽ ചെന്നപ്പോൾ അത്ഭുതം. ജനറൽ വാർഡിൽ നിന്ന് ലക്ഷ്മിയെ സ്വകാര്യ മുറിയിലേക്ക് മാറ്റിയിരിക്കുന്നു. കിടക്കറയിൽ കൃഷ്ണചന്ദ്രനും ഉണ്ട്. തുളസിക്ക് വല്ലാത്ത സന്തോഷമായി. വരാമെന്ന് പറഞ്ഞു പോയെങ്കിലും ചില അത്യാവശ്യ കാര്യങ്ങളിൽപ്പെട്ട് ഞാൻ അല്പം താമസിച്ചു പോയി തുളസി, ക്ഷമാപണ സ്വരത്തിൽ കൃഷ്ണചന്ദ്രൻ പറഞ്ഞു. പിന്നെ തുളസി കൂടെ ഉണ്ടല്ലോ എന്ന സമാധാനം ഉണ്ടായിരുന്നു. സാരമില്ല കൃഷ്ണേട്ട, തുളസി പറഞ്ഞു. കൃഷ്ണേട്ടൻ വന്നല്ലോ, ഇതിലധികം ഒരു സന്തോഷം എനിക്കുണ്ടാവാനില്ല. എൻ്റെ ലക്ഷ്മിയേട്ടത്തി ഒരു പാവമാണ്. ഒരു ചതിയിൽപ്പെട്ട് പോയതാണവൾ. കൃഷ്ണേട്ടൻ അവൾക്ക് മാപ്പ് കൊടുക്കുമെങ്കിൽ കൃഷ്ണേട്ടൻ്റെ അടിമയായി കഴിഞ്ഞുകൊള്ളൂ. എനിക്ക് എന്തിനാ തുളസി അടിമ? കൃഷ്ണചന്ദ്രൻ ചിരിച്ചു. ഞാനെന്താ വല്ല പാതുഷയമാണോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനും അത്ര പരിശുദ്ധനൊന്നുമല്ല. എന്നാലും അന്യൻ്റെ ഒരു കുട്ടിയെ സ്വന്തം ഭാര്യ ഗർഭം ധരിക്കണത് ഒരു പുരുഷൻ എങ്ങനെ സഹിക്കും? സ്ത്രീയായ തുളസിക്ക് അതിൻ്റെ അസഹ്യത സങ്കല്പിക്കാനാവില്ലെങ്കിലും ഊഹിക്കാനാവണുണ്ട് എനിക്ക്, തുളസി പറഞ്ഞു. ഭാഗ്യത്തിന് ആ കുട്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയല്ലോ. സത്യത്തിൽ അവനെ ഓർത്താണ് എനിക്കിപ്പോൾ വിഷമം, കൃഷ്ണചന്ദ്രൻ പറഞ്ഞു. ഞാൻ എത്ര വെറുത്തതാണെന്നോ ആ കുഞ്ഞു ജീവനെ. ഒടുവിൽ അവൻ എൻ്റെ ലോകത്ത് വരാതെ രക്ഷപ്പെട്ടു കളഞ്ഞു. ലക്ഷ്മിയെ സ്വീകരിക്കുന്നതും ഞാൻ പല കുറി സങ്കല്പിച്ചു നോക്കി. തന്നെ ചതിച്ചവൻ്റെ കുട്ടിയായാലും താൻ പ്രസവിച്ച കുഞ്ഞിനെ ലക്ഷ്മിക്ക് വെറുക്കാൻ കഴിയില്ലല്ലോ. തലയിണയിൽ ചാരിയിരിക്കുകയായിരുന്ന ലക്ഷ്മി പെട്ടെന്ന് മുഖം പൊത്തി ഏങ്ങി കരഞ്ഞു. അകത്തേക്ക് കയറി വന്ന 2 സിസ്റ്റർമാരിൽ ഒരുവൾ ലക്ഷ്മിയോട് ചോദിച്ചു, ഇനിയും കരച്ചിൽ മാറിയില്ലേ? കൃഷ്ണചന്ദ്രനെ ഒന്ന് കടാക്ഷിച്ചിട്ട് അവൾ തുടർന്നു, അല്പം വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിലും ആരോഗ്യമുള്ളൊരു കുട്ടിയെ ലക്ഷ്മിക്ക് കിട്ടും. ഹൃദയത്തിന് വൈകല്യമുള്ളത് കൊണ്ടാ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചത്. ജീവിച്ചിരുന്നെങ്കിലും ചിലപ്പോൾ ആ കുട്ടി നിങ്ങൾക്കൊരു നീണ്ട മനോവേദനയായേനെ. കരയരുത് ലക്ഷ്മി, കൃഷ്ണചന്ദ്രനും പറഞ്ഞു. വരാൻ പോകുന്നതിനെക്കുറിച്ച് ഓർത്താൽ മതി ഇനി. ഒരു നിമിഷം അനക്കമറ്റിരുന്നിട്ട് ലക്ഷ്മി സാവധാനം മുഖം തുടച്ചു. ലക്ഷ്മിയെ കൈതാരത്തിന് കൊണ്ടുപോവാനാ എൻ്റെ തീരുമാനം. കൃഷ്ണചന്ദ്രൻ തുളസിയെ നോക്കി. സന്തോഷമാണല്ലോ? എനിക്ക് 100 സന്തോഷം. ലക്ഷ്മി ഏട്ടത്തിയോട് പറഞ്ഞില്ലേ? ലക്ഷ്മി കണ്ണീരിൽ പിശുക്കി പുഞ്ചിരിച്ചു. അവിടെ ചെന്നിട്ട് വേണം അമ്മാമ്മയുടെ വീട്ടിൽ ചെന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ. അമ്മയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത്. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പറിച്ചുകൊണ്ട് പോരുകയായിരുന്നു ഞാൻ. നടന്നതെല്ലാം അമ്മ അറിഞ്ഞോ? തുളസി തിരക്കി. എല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്ക് ഞങ്ങളോട് വെറുപ്പായിട്ടുണ്ടാവും. ഒരിക്കലുമില്ല. തുളസിയെ ലക്ഷ്മിയെ കൃഷ്ണചന്ദ്രൻ മാറി മാറി നോക്കി. ലക്ഷ്മിയെ അമ്മയ്ക്ക് ജീവനായിരുന്നു. ആയിരുന്നുവെന്നല്ല, ആണ്. പോയി കൂട്ടിക്കൊണ്ടുവരുമെന്ന് എന്നോട് പല കുറി പറഞ്ഞു. പക്ഷേ എനിക്ക് വരാൻ ധൈര്യമുണ്ടായിരുന്നില്ല. നാളെ ഡിസ്ചാർജ് ചെയ്യുകയല്ലേ, അവർക്കിടയിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് തുളസി പറഞ്ഞത്. ബില്ലടച്ചിട്ട് ഞാനങ്ങ് വീട്ടിലേക്ക് പോകാം. നാളെ നിങ്ങൾ പോകും മുമ്പ് വന്നാൽ മതിയല്ലോ. നാളെ തുളസിക്ക് വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. കൃഷ്ണചന്ദ്രൻ ചിരിച്ചു. ഞാൻ ഏതായാലും ബില്ലടച്ചു കഴിഞ്ഞു. ഇന്ന് തന്നെ ഡിസ്ചാർജ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടർ. തുളസി വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. തുളസി അത്ഭുതത്തിൽ കൃഷ്ണചന്ദ്രനെ നോക്കി. ഞാൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിലോ? ഇന്ന് വന്നില്ലെങ്കിൽ നാളെയെങ്കിലും വരുമല്ലോ. തുളസി വരാതെ ഞാൻ ലക്ഷ്മിയെ കൊണ്ടുപോകില്ലല്ലോ. അല്ലെങ്കിൽ ലക്ഷ്മിയെ കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. ഇപ്പോഴും അതാവാം.
നാട്ടുകാരുടെ അപവാദങ്ങൾക്ക് ഒരവസാനം ഉണ്ടാകുമല്ലോ. തുളസി പറഞ്ഞു. നാട്ടുകാരാരാ? കൃഷ്ണചന്ദ്രന്റെ മുഖം പുച്ഛത്തിൽ കൂടി. നാട്ടുകാർക്ക് വേണ്ടിയല്ലല്ലോ നമ്മൾ ജീവിക്കണത്, നമുക്ക് വേണ്ടിയല്ലേ. നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങളും ഇടപാടുകളും നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് അവർക്ക് ബോധ്യമായാൽ അവർ നമ്മളെ എഴുതി തള്ളും. അതോടെ നമ്മൾക്ക് സ്വാതന്ത്ര്യമായി, സുഖമായി. എങ്കിൽ ലക്ഷ്മിയേട്ടത്തെയും കൊണ്ട് കൃഷ്ണേട്ടൻ ഇന്ന് തന്നെ കൈതാരത്തിന് പൊയ്ക്കോളൂ, തുളസി അറിയിച്ചു. ഞാൻ വീട്ടിലേക്ക് പൊയ്ക്കോളാം. അമ്മയെ വിവരം അറിഞ്ഞാൽ സന്തോഷം കൊണ്ട് ഏങ്ങലടിച്ച് കരയും. യാത്ര ചെയ്യാറായാൽ ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറയണേ അമ്മയോട്, ലക്ഷ്മി തുളസിയോട് പറഞ്ഞു. കുട്ടികളെയും എൻ്റെ അന്വേഷണം അറിയിക്കണം. എന്നാലും എനിക്കിത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. സാരിത്തലപ്പ് കൊണ്ട് തുളസി കണ്ണു തുടച്ചു. കൃഷ്ണേട്ടൻ വരുമെന്നും ഏട്ടത്തിയെ കൂട്ടിക്കൊണ്ടു പോകുമെന്നും വിശ്വസിക്കണ്ട, കൃഷ്ണചന്ദ്രൻ ചിരിച്ചു. ഇതൊരു സ്വപ്നമാണെന്ന് കരുതിയാൽ മതി. ഏതായാലും തുളസി കൈതാരത്ത് വരുമ്പോൾ വീട്ടിൽ വരണം. ഞങ്ങളവിടെ ഇല്ലായിരുന്നത് കൊണ്ട് തുളസി മറ്റെവിടെയാണ് താമസിക്കുന്നതെന്ന് കേട്ടു. അവിടെ കുഴപ്പമൊന്നുമില്ല കൃഷ്ണേട്ടാ, ഞാൻ അവിടെ തന്നെ താമസിച്ചോളാം. അവിടെ തന്നെ താമസിച്ചോളൂ. പക്ഷേ വല്ലപ്പോഴും സ്വന്തം ഏട്ടത്തിയുടെ ഭർത്തൃഗ്രഹത്തിലേക്ക് ഒന്ന് വിരുന്നു വന്നൂടെ? അത് തീർച്ചയായും വരും, തുളസി സമ്മതിച്ചു. യാത്ര പറഞ്ഞ് അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. വടക്കേ മാരാത്ത് അന്ന് ഉത്സവമായിരുന്നു. ലക്ഷ്മിയെ കൃഷ്ണചന്ദ്രൻ വിളിച്ചുകൊണ്ടുപോയ കാര്യം നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു കൂവണമെന്നുണ്ടായിരുന്നു ശാരദയ്ക്ക്. ഞാൻ ഇന്ന് അമ്പലത്തിൽ പോവാ, അവർ പറഞ്ഞു. കുന്നായ്മ പറഞ്ഞുകൊണ്ട് വരുന്നവർക്ക് നല്ല ചുട്ട മറുപടി കൊടുക്കാലോ. അമ്പലത്തിൽ പോണത് ഒരാഴ്ച കഴിഞ്ഞു മതി, തുളസി പറഞ്ഞു. ഈ സന്തോഷത്തിന്റെ തിളപ്പൊന്ന് ആറിയിട്ട്. അപ്പൊ പിന്നെ ആരോടും മറുപടി പറയണമെന്ന് തോന്നില്ല അമ്മയ്ക്ക്. കൃഷ്ണേട്ടൻ ഏട്ടത്തെ കൊണ്ടുപോയവരോ നാട്ടുകാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കും. ശരിയാ നീ പറഞ്ഞത്, അല്പം ആലോചിച്ചിട്ട് ശാരദ സമ്മതിച്ചു. നിന്റെ കുട്ടിക്ക് നല്ലത് വന്നാൽ മതി എനിക്ക്. ആരോടും മറുപടി പറയണ്ട. പിറ്റേന്ന് തന്നെ തുളസി കൈതാരത്തിന് പോയി. പക്ഷേ താമസിച്ചത് രുക്മിണി ടീച്ചറോടൊപ്പം വാടക വീട്ടിൽ തന്നെ. വെള്ളിയാഴ്ച വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ശ്രീകുമാരി അമ്മയുടെ വീട്ടിൽ കയറി. യാതൊരു ഒച്ചയും അനക്കവും ഇല്ല. അകത്ത് ചെന്നപ്പോൾ അടുക്കളയിൽ ലക്ഷ്മിയുണ്ട്. അമ്മ എവിടെ? തുളസി തിരക്കി. അമ്മാമ്മയുടെ വീട്ടിലാ, ലക്ഷ്മി പറഞ്ഞു. അമ്മയെ ചെന്ന് വിളിച്ചില്ലേ? പിറ്റേന്ന് തന്നെ കൃഷ്ണേട്ടൻ ചെന്ന് വിളിച്ചു. അമ്മ വന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞ് വരാന്നാ പറഞ്ഞത്. ലക്ഷ്മി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും അമ്മയിൽ മാറ്റം ഉണ്ടായില്ലത്രേ. ലക്ഷ്മിക്ക് കരച്ചിൽ വന്നു. തെറ്റ് കണ്ടപ്പോൾ കൃഷ്ണേട്ടൻ എന്നെ ശിക്ഷിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മാപ്പും തന്നു. പക്ഷേ അമ്മ ശിക്ഷിച്ചില്ല, മാപ്പും തന്നില്ല. ഏട്ടത്തേക്ക് ചെന്ന് വിളിച്ചൂടെ? തുളസി ആരാഞ്ഞു. ഒരീസം ഞാൻ പോണുണ്ട്, അമ്മയുടെ കാല് പിടിക്കും ഞാൻ, ലക്ഷ്മി പറഞ്ഞു. പിന്നെ തുളസിയോട് ആജ്ഞാപിച്ചു. വന്ന കാലിൽ നിൽക്കാതെ നീ അകത്ത് ചെന്ന് വേഷം മാറ്റ്, ഞാൻ ചായ ഇടാം. ഇല്ല, ഞാൻ വീട്ടിലേക്ക് പോവാ. ഈ നേരത്തോ? രാത്രിയായില്ലേ? അങ്ങ് ചെല്ലുമ്പോ. സാരയില്ല, നാളെ അവധിയല്ലേ, കൃഷ്ണേട്ടനോട് പറഞ്ഞാൽ മതി ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് തുളസി ഇറങ്ങി നടന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് കൈതാരത്ത് നിന്ന് ഒരാൾ വടക്കേ മാരാത്ത് വന്നു. കൃഷ്ണചന്ദ്രൻ അയച്ചതാ. അയാളുടെ അമ്മ മരിച്ചുപോയി. അമ്മാമ്മയുടെ വീട്ടിൽ നിന്ന് ജഡം വൈകിട്ടെത്തും. കുറച്ച് സമയം വേണ്ടി വന്നു തുളസിക്ക് ആ വാർത്ത ബോധ്യപ്പെടാൻ. കൃഷ്ണേട്ടന്റെ അമ്മയെക്കുറിച്ചാണോ നിങ്ങളീ പറയണത്? വന്ന ആളിനോട് അവൾ ആവർത്തിച്ച് അന്വേഷിച്ചു. അതെ, കൃഷ്ണചന്ദ്രന്റെ അമ്മ, ശ്രീകുമാരി അമ്മ, അയാൾ തറപ്പിച്ചു പറഞ്ഞു. തുളസി തളർച്ചയിൽ തിണ്ണയിലിരുന്നു. ഭൂമി ഇരുളിലാണ്ടതുപോലെ അവൾക്ക് തോന്നി. തൻ്റെ അമ്മ മരിച്ചാൽ തുളസി ഇത്ര വേദനിക്കില്ലായിരുന്നു. അവിടം വരുന്ന് പോകണ്ടേ? ശാരദ തുളസിയോട് തിരക്കി. ഞാനും വരാം, നമുക്ക് ചില കടമകളൊക്കെ ഉണ്ട്. കൃഷ്ണചന്ദ്രന് വേറെ ബന്ധുക്കളാരും ഇല്ലല്ലോ. തുളസി മിണ്ടിയില്ല. ബന്ധുക്കളുടെ കടമയെക്കുറിച്ച് അവൾ ഓർത്തതേയില്ല. ഏറ്റവും അടുപ്പമുള്ളൊരു ജീവൻ നഷ്ടപ്പെട്ടതിന്റെ തകർച്ചയിലായിരുന്നു തുളസി. എന്ത് ദുഃഖമായി ചെന്നാലും ആ മടിത്തട്ടിൽ ശരണമുണ്ടായിരുന്നു. ഇനി ആ മടുത്തിട്ടില്ല എന്നതാണ് സത്യം. നീ എന്താ കുട്ടി ഒന്നും മിണ്ടാത്തത്? ശാരദ ചോദിച്ചു. ഞാൻ വരണ്ടാന്നുണ്ടോ? നിങ്ങളുടെ പദവിക്ക് ചേരില്ലല്ലോ ഈ ഉണങ്ങി വരണ്ട അമ്മ. തുളസി ദയനീയമായി അമ്മയെ നോക്കി. അമ്മ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. വേണ്ട സന്ദർഭങ്ങളിൽ പോലും പിണങ്ങാനും പരിഭവിക്കാനും മുതിരാത്ത സ്വാതി. പോകാം അമ്മേ. അമ്മ പോന്നാൽ കുട്ടികൾ ഇവിടെ തനിച്ചാവില്ലേ? എങ്കിൽ അച്ഛനെ അയച്ചാലോ? ഗോവിന്ദമാരാർ എവിടെയാണെന്ന് പോലും തുളസിക്ക് അറിയില്ലായിരുന്നു. എപ്പോഴെങ്കിലും വന്നാൽ തന്നെ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞാൽ പോകാൻ സന്നദ്ധത കാട്ടണമെന്നുമില്ല. അച്ഛൻ എപ്പോൾ വരുമെന്ന് അമ്മയ്ക്ക് നിശ്ചയമുണ്ടോ? തുളസി ചോദിച്ചു. അതിന് കവടി നിരത്തണ്ടേ? എങ്കിൽ ഞാൻ തന്നെ പോകാം, തുളസി പറഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ ബസ് ഉണ്ടാകും. സന്ധ്യയ്ക്ക് അങ്ങടെത്താം. ഞാൻ ചെല്ലണതായിരിക്കും. ഏട്ടത്തിക്ക് സമാധാനം.
ശാരദ മറുപടി ഒന്നും പറഞ്ഞില്ല. തുളസി സമയം കളയാതെ സാരി മാറി തയ്യാറായി. ആണുങ്ങൾ ആരെങ്കിലും ചെല്ലേണ്ട മര്യാദയുണ്ട്. തുളസി ഇറങ്ങാൻ നേരം ശാരദ പറഞ്ഞു, അതിന് ആണുങ്ങൾ തയ്യാറാവണ്ടേ? അറിയിക്കാതെ എങ്ങനെയാ തയ്യാറാണോന്ന് അറിയുക? മുരളിയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അവനോ ചന്ദ്രികയെ വരാതിരിക്കില്ല. ഇത്തരം കാര്യങ്ങളിൽ ചന്ദ്രികയ്ക്ക് നല്ല വകതിരിവാ. ചന്ദ്രിക ഇടയ്ക്കിടെ വന്ന് അമ്മയെ കാണാറുണ്ടെന്ന് തുളസിക്കറിയാം. എന്തെങ്കിലും ചില്ലറയും അമ്മയെ ഏൽപ്പിക്കും. അത് അമ്മയെ വല്ലാതെ സന്തോഷിപ്പിക്കാറുമുണ്ട്. തിരിച്ചു പോകുമ്പോൾ 10-20 തേങ്ങ പൊതിച്ച് ചാക്കിലാക്കി കൊണ്ടുപോകും ചന്ദ്രിക. ചേനയോ ചേമ്പോ കാച്ചിലോ ഉള്ളതുപോലെ അമ്മ കൊടുത്തയക്കുകയും ചെയ്യും. അതേക്കുറിച്ചൊന്നും അമ്മ പുറത്ത് ശബ്ദിക്കില്ല. ചന്ദ്രിക കൊണ്ടുവന്ന മുറുക്കിന്റെ സ്വാദിനെക്കുറിച്ച് ആവർത്തിച്ച് പ്രകീർത്തിക്കുകയും ചെയ്യും. അമ്മ ചെന്ന് മുരളിയേട്ടനോടും ചന്ദ്രിയേട്ടത്തിയോടും പറഞ്ഞോളും, അവർ വരുന്നെങ്കിൽ വരട്ടെ, അവർക്കായി കാത്തുനിന്ന എന്റെ പോക്കും മുടങ്ങിയാലോ. തുളസി നടന്നു കഴിഞ്ഞു. അവൾ ചെല്ലുമ്പോൾ ആ വലിയ നാലുകെട്ട് നിറയെ ആളുകളാണ്. അകത്തേക്ക് നടക്കുന്നതിനിടയിൽ ആരോ ഒരാൾ പറഞ്ഞ വാചകം തുളസിയുടെ നെഞ്ചു പൊള്ളിച്ചു. ഈ വയസ്സുകാലത്ത് ആ അമ്മയ്ക്ക് സ്വയം ജീവൻ കളയേണ്ട ആവശ്യം എന്തായിരുന്നോ ആവോ. അകത്തളത്തിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടത്തിയിരുന്ന ആ ശരീരം കണ്ടപ്പോൾ തുളസിക്കും ബോധ്യമായി, ഏറ്റവും ക്രൂരമായത് സംഭവിച്ചിരിക്കുന്നു. ഏട്ടത്തി എവിടെയെന്ന് അവൾ ചുറ്റും കണ്ണോടിച്ചു. കൃഷ്ണചന്ദ്രനെയും കാണാനില്ലായിരുന്നു. മൃതശരീരത്തിന്റെ കാൽക്കൽ ഇരുന്നിരുന്ന കൃഷ്ണചന്ദ്രന്റെ ചെറിയമ്മ തുളസിയെ കണ്ട് വെറുപ്പിൽ മുഖം തിരിച്ചു. അതുകൊണ്ട് അവൾ അടുത്തേക്ക് ചെല്ലാൻ ധൈര്യം വന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സ്ത്രീകൾക്കിടയിൽ നിന്ന് വത്സല ടീച്ചർ കടന്നു വന്നു. തുളസി ഇപ്പോൾ വന്നതേ ഉള്ളോ? അതെ. ഏട്ടത്തിയെ കണ്ടില്ലേ? കൃഷ്ണേട്ടനെ. കൃഷ്ണചന്ദ്രൻ തൊടിയിലുണ്ട്, ചിത ഒരുക്കുകയല്ലേ. ലക്ഷ്മി ചിലപ്പോ അകത്തുണ്ടാകും. തുളസി ചെന്ന് നോക്കൂ. കൃഷ്ണചന്ദ്രന്റെ കിടക്കറ തുളസിക്ക് അറിയാമായിരുന്നു. ചാരിയിരുന്ന വാതിൽ തുറന്നു നോക്കി അവൾ. അകം ശൂന്യമായിരുന്നു. അതോടെ തുളസിക്ക് ആകെ പരിഭ്രമമായി. അവൾ ഓടി നടന്ന് ഓരോ മുറിയിലും തെരഞ്ഞു. ഒടുവിൽ പടിഞ്ഞാറ്റയുടെ പിന്നിലെ തിണ്ണയിൽ തനിയെ കുത്തിയിരിക്കുന്ന ലക്ഷ്മിയെ കണ്ടു. ഏട്ടത്തി. തുളസി ഓടി അരികിലെത്തി. എന്താ സംഭവിച്ചത്? എന്തേ ഇവിടെ തനിച്ചു വന്നിരിക്കുന്നത്? അമ്മയെ കിടത്തിയിരിക്കുന്നിടത്തല്ലേ ഇരിക്കേണ്ടത്? ലക്ഷ്മി പെട്ടെന്ന് ഏങ്ങലടിച്ചു കരഞ്ഞു. എന്താ ഏട്ടത്തി? തുളസി ആ ചുമലിൽ പിടിച്ചു. അമ്മ. ബാക്കി പറയാനാവാതെ കിതച്ചു ലക്ഷ്മി. അമ്മ സ്വയം ചെയ്തതാണോ? തുളസി ചോദിച്ചു. കുളത്തിൽ വീണതാണ്, അമ്മാമ്മയുടെ വീട്ടിൽ വെച്ച്. കുളിക്കാൻ അമ്മയ്ക്ക് എവിടെ ചൂടുവെള്ളമാണത്രേ കൊടുക്കാറുള്ളത്. കുളത്തിന് നല്ല ആഴമുണ്ട്, പടവുകളും പൊട്ടി അടർന്നതാ. വെള്ളത്തിന് ഐസിന്റെ തണുപ്പുണ്ടത്രേ. കുളിക്കാനായി അമ്മ അവിടെ ഇറങ്ങില്ലെന്നാ എല്ലാരും പറയണത്. പിന്നെന്തിനാ അമ്മ ഇത് ചെയ്തത്? ഞാൻ തിരിച്ചു വന്നത് കൊണ്ടാണത്രേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലക്ഷ്മി തുളസിയുടെ ചുമലിലേക്ക് വീണു. ഞാനിത് വിശ്വസിക്കില്ല. ലക്ഷ്മിയെ തഴുകിക്കൊണ്ട് തുളസി പറഞ്ഞു. എനിക്കറിയാവുന്ന ആ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെന്തേ അമ്മ ഇങ്ങോട്ട് വരാതിരുന്നത്? കൃഷ്ണേട്ടൻ എത്ര നിർബന്ധിച്ചതാ. തുളസിക്ക് അതിന് മറുപടി കിട്ടിയില്ല. സ്നേഹത്തിന്റെ നിറകുടം തന്നെ അമ്മ, ലക്ഷ്മി പറഞ്ഞു. പക്ഷേ തെറ്റായി തന്നെ കാണുന്ന ആളാ. സ്വന്തം മകൻ ഇത്ര ചീത്തയായ ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. തുളസി ശബ്ദിച്ചതേയില്ല. അവൾ ആലോചിക്കുകയായിരുന്നു. ചിലപ്പോൾ അത് സത്യമായിരിക്കാം. സ്നേഹം കൊണ്ട് തങ്ങളെ മൂടുമ്പോൾ അവർ ഇത്രയൊന്നും കരുതിയിട്ടുണ്ടാവില്ല. അമ്മാമ്മയുടെ വീട്ടിലാവുമ്പോൾ എരികേറ്റൻ ആളുകൾ ഉണ്ടാവുമല്ലോ. കൃഷ്ണേട്ടൻ എന്തു പറയുന്നു? തുളസി തിരക്കി. ഒന്നും മിണ്ടണില്ല. ലക്ഷ്മി കരഞ്ഞു. എന്തു പറയാനാണ് അദ്ദേഹം? ഒരുപക്ഷേ ഉള്ളിൽ എന്നോട് വെറുപ്പുണ്ടാകും. ഏതായാലും ഏട്ടത്തെ എഴുന്നേറ്റ് വരൂ. തുളസി ലക്ഷ്മിയുടെ കൈ പിടിച്ചു. നമുക്ക് ഹാളിൽ ചെന്നിരിക്കാം. ഇല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും? ആളുകൾ ഓരോന്നൊക്കെ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇങ്ങ് പോന്നത്. സാരയില്ല, ഒന്നും കേട്ടില്ലെന്ന് നടിച്ചാൽ മതി. തുളസി ബലമായി ലക്ഷ്മി എഴുന്നേൽപ്പിച്ചു. കൈ പഠിച്ച് അകത്തളത്തിലേക്ക് കൊണ്ടുചെന്നു. ഇതാണോ ഏട്ടത്തി അനിയത്തിയും? ഏതോ സ്ത്രീ സ്വരം അവരുടെ കാതിൽ വീണു. ലക്ഷ്മിയുടെ കൈത്തണ്ടയിലെ പിടി തുളസി മുറുക്കി. ലക്ഷ്മി ധൈര്യം ആർജിച്ചു. ശ്രീകുമാരിയമ്മയുടെ ജഡത്തിന്റെ കാൽക്കൽ വന്ന് ഇരുന്നു അവർ രണ്ടാളും. പാല് കൊടുത്ത കൈക്ക് തന്നെ കടിച്ചല്ലോ. ഒരു പതിഞ്ഞ സ്വരം. അത് ചെറിയമ്മയുടേതാണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. അവൾ കണ്ണുകൾ പൂട്ടിക്കളഞ്ഞു. ആ പറഞ്ഞത് ആരാണെന്നറിയാൻ തുളസി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. മിക്ക മുഖങ്ങളിലും വെറുപ്പിന്റെ കനപ്പാണ് പ്രകടമായത്. ശ്രീകുമാരിയമ്മ എത്ര നല്ലവളായിരുന്നോ അത്രയധികമായി അവരുടെ മരുമകളെ ആളുകൾ പഴിച്ചു. എവിടുത്തുകാരാ ഇവര്? ഒരു പുരുഷ സ്വരം കേട്ടു. എവിടുത്തുകാരായാലെന്താ? പാവ ആ അമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു ആൺതരിയല്ലേ. അതിനിങ്ങനൊരു ചതി പറ്റിയ അവർക്ക് സഹിക്കാൻ കഴിയുമോ? കണ്ണുകൾ പൂട്ടിയിരുന്ന ലക്ഷ്മി മനസ്സിൽ രാമരാമ ജപിച്ചു. ഒടുവിൽ ദേഹം എടുക്കേണ്ട സമയമായി. ചില ബന്ധുക്കൾക്കൊപ്പം
കൃഷ്ണചന്ദ്രൻ വന്ന് കർമ്മങ്ങൾ ചെയ്തു. വേണ്ടപ്പെട്ടവർക്കെല്ലാം ദേഹത്തെ നമസ്കരിക്കാം. ഒരു ബന്ധു അറിയിച്ചു. ലക്ഷ്മിയും തുളസിയും നമസ്കരിച്ചു. ലക്ഷ്മി ആ മുഖത്ത് മുഖമണച്ച് ഉമ്മ നൽകി. ഇനി എന്തിനാണാവോ ഈ നാടകം? കൃഷ്ണചന്ദ്രന്റെ അമ്മാമ്മയായ രാമചന്ദ്രൻ ഒച്ച വെച്ചു. എഴുന്നേറ്റ് മാറുക ഒന്ന്, ദേഹം എടുക്കട്ടെ. ജഡമെടുത്തതോടെ തുളസി ലക്ഷ്മിയും കൊണ്ട് അകത്തേക്ക് പോയി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ കൃഷ്ണചന്ദ്രൻ അവരുടെ അരികിലെത്തി. തുളസി തനിച്ചാണോ വന്നത്? അതെ, അച്ഛൻ വീട്ടിലുണ്ടായിരുന്നില്ല. തുളസിയെങ്കിലും വന്നല്ലോ, ലക്ഷ്മിക്ക് അത്ര ആശ്വാസമാകുമല്ലോ. കൃഷ്ണേട്ടാ, ഞങ്ങൾ കാരണം. കരഞ്ഞുകൊണ്ട് തുളസി കൃഷ്ണചന്ദ്രനെ നോക്കി കൈകൾ കൂപ്പി. 10 ജന്മം കൊണ്ട് ഞങ്ങളുടെ പാപം തീരില്ല. അത്ര പുണ്യവതിയായിരുന്നു ആ അമ്മ. ഇതൊന്നും പറയേണ്ട സമയമല്ല ഇത്. ശാന്തമായ മുഖത്തോടെയാണ് കൃഷ്ണചന്ദ്രൻ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പക്ഷത്തും തെറ്റുണ്ട്. എനിക്ക് വേണ്ടി ജീവിച്ച ആളാ അമ്മ. ഒന്നും അമ്മയെ അറിയിക്കാതിരിക്കാമായിരുന്നു എനിക്ക്. അറിഞ്ഞപ്പോൾ അമ്മ തകർന്നു. ലക്ഷ്മിയെ സ്വീകരിക്കാനും വയ്യ, ഉപേക്ഷിക്കാനും വയ്യ എന്ന് അമ്മ എന്നോട് പറഞ്ഞിരുന്നു. പകരമായി അമ്മ ഇങ്ങനെ ചെയ്തു എന്ന് വേണം കരുതാൻ. അതൊരു പക്ഷെ അപകടമരണമായിരുന്നെങ്കിലോ കൃഷ്ണേട്ടാ? തുളസി ചോദിച്ചു. കൃഷ്ണചന്ദ്രന്റെ മുഖത്ത് അത്ഭുതമുണ്ടായി. എനിക്കറിയില്ല. എല്ലാവരും പറയണത് മറിച്ചാ. എനിക്കും തോന്നണത് അത്തരത്തിലാ. പിന്നെ നമുക്ക് വേണച്ചാ അത് അപകടമായിരുന്നു എന്ന് കരുതാം. അത് ആശ്വാസം തരുമെങ്കിൽ. പക്ഷേ ദൈവമുണ്ടല്ലോ മുകളിൽ. പിന്നിലെത്തിയ ഒരു മധ്യവയസ്കയാണ് അത് പറഞ്ഞത്. സത്യം ആ പരമ്പൊരുളിന് അറിയാമല്ലോ. തെറ്റുകാർ ശിക്ഷ കിട്ടുമ്പോൾ സത്യം എന്തായിരുന്നു എന്ന് മറ്റുള്ളവർക്കും ബോധ്യാവും. തുളസി അമ്പരപ്പിൽ ആ സ്ത്രീയെ നോക്കി. അമ്മായിയാണ്, കൃഷ്ണചന്ദ്രൻ പരിചയപ്പെടുത്തി. ഞങ്ങൾ ഇറങ്ങുക, അമ്മായി കൃഷ്ണചന്ദ്രനോട് പറഞ്ഞു. അമ്മാമ്മ കാറിൽ കയറി ഇരുന്ന് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ചടങ്ങുകളുണ്ടെങ്കിലും ഞങ്ങൾ ഇങ്ങടേക്ക് വരില്ല. തിരുനാവായിൽ പൊയ്ക്കോളാന്നാ അദ്ദേഹം പറഞ്ഞത്. ഒക്കെ നിങ്ങളുടെയൊക്കെ ഇഷ്ടം, കൃഷ്ണചന്ദ്രൻ പറഞ്ഞു. എനിക്ക് എൻ്റെ അമ്മ പോയി. സാധാരണ ഒരമ്മയായിരുന്നില്ലല്ലോ ഇത്. അതിലധികം എനിക്ക് എന്തു വരാനാണ്? ലക്ഷ്മി ഇവിടെ തന്നെ പാർക്കാനാണോ തീരുമാനം? അമ്മായി ചോദിച്ചു. അതല്ലേ സാധാരണ രീതി. കൃഷ്ണചന്ദ്രൻ പുഞ്ചിരിച്ചു. ഞാൻ ചോദിച്ചൂന്നേ ഉള്ളൂ. എന്താ കൃഷ്ണന്റെ തീരുമാനമെന്ന് അമ്മാമ്മ ചോദിക്കണത് കേട്ടു. അമ്മാമ്മയോട് പറഞ്ഞേക്കൂ, ലക്ഷ്മിയെ ഞാൻ വിടണില്ലാന്നു. അമ്മ ശപിക്കണച്ചാ ശപിക്കട്ടെ. അമ്മയെ കൊന്നവനെന്ന നിങ്ങളൊക്കെ ശാപം എനിക്കുണ്ട്. ആ കൂട്ടത്തിൽ ഇനി ഇതിന്റെ ശാപം കൂടി ഞാൻ ഏൽക്കണോ? ഞാൻ ശപിക്കില്ല കൃഷ്ണേട്ടാ, ലക്ഷ്മി പറഞ്ഞു. ആർക്കും ഇഷ്ടമല്ലേ അച്ഛാ, ഞാൻ മടങ്ങിപ്പോയിക്കോളാം. ആരുടെ ഇഷ്ടമാണ് ഇവിടെ പ്രധാനം? കൃഷ്ണചന്ദ്രൻ ചോദിച്ചു. ഇഷ്ടമായതുകൊണ്ടാ തന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ എൻ്റെ മാന്യത വർദ്ധിപ്പിക്കാനോ ആദർശ ശുദ്ധി തെളിയിക്കാനോ അല്ല. അതുകൊണ്ട് തന്നെ മനസ്സോടെ ഞാൻ വിടില്ല. എങ്കിൽ ഞാൻ പോണു. അമ്മായി തിരിഞ്ഞു നടന്നു. ബന്ധുക്കളും നാട്ടുകാരും എല്ലാം നിശേഷം പിരിഞ്ഞ ശേഷമാണ് കൃഷ്ണചന്ദ്രൻ പിന്നെ ലക്ഷ്മിയുടെ അരികിലേക്ക് വന്നത്. എല്ലാവരും പോയി. ഈ രാത്രിയെങ്കിലും തങ്ങാൻ ആരെങ്കിലും മനസ്സ് കാട്ടുമെന്ന് വിചാരിച്ചു. സാരമില്ല, ആഹാരം എന്തെങ്കിലും വേണാച്ചാ. ആ വാചകം പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല ലക്ഷ്മി. വേണ്ട, ഇന്ന് പട്ടിണിയിരിക്കാം അമ്മയ്ക്ക് വേണ്ടി. എങ്കിൽ ലക്ഷ്മിയോടൊപ്പം തുളസി അകത്ത് കിടന്നോളൂ. ഞാൻ കോലായിൽ കോസടി ഇട്ടോളാം. കൃഷ്ണചന്ദ്രൻ പുറത്തേക്ക് പോയി. വെളുപ്പിന് എഴുന്നേറ്റ് തുളസി കുളിച്ച് യാത്രയായി. ഞാൻ ഇറങ്ങുക, നാളെ വരാം. തുളസി ക്ലാസ് മുടക്കണ്ട, കൃഷ്ണചന്ദ്രൻ പറഞ്ഞു. ഇനി മുതൽ ഇവിടുന്ന് സ്കൂളിൽ പോയാൽ മതി. ഞാനില്ലാത്തപ്പം ലക്ഷ്മിക്കൊരു തുണയാവുമല്ലോ. തുളസി മറുപടി പറഞ്ഞില്ല. പറഞ്ഞത് കേട്ടില്ലേ, അത് മതി, കൃഷ്ണചന്ദ്രൻ കൽപ്പിച്ചു. അതൊരു തീരുമാനമായിരുന്നു. തുളസി സമ്മതത്തിൽ തലകുലുക്കി. ശ്രീകുമാരി അമ്മയുടേത് ആത്മഹത്യയാണെന്നുള്ള കാര്യം അവൾ വീട്ടിലൊളിച്ചു. കുളിക്കാൻ കുളത്തിലിറങ്ങി കാൽ വഴുതി വീണു. ആരും അറിഞ്ഞില്ല. കൃഷ്ണ, ആ നല്ല സ്ത്രീക്ക് ഇങ്ങനൊരു വിധി വന്നൂലോ. ശാരദ കരഞ്ഞു. ഇനി മുതൽ അവിടെ താമസിക്കാമെന്ന് കൃഷ്ണേട്ടൻ പറഞ്ഞു. തുളസി അറിയിച്ചു. അത് മതി, ശാരദ സമ്മതിച്ചു. ഇല്ല അച്ഛാ, ആളുകൾ എന്ത് വിചാരിക്കും? സ്വന്തം ഏട്ടത്തിയുടെ വീടുണ്ടായിട്ട് വല്ലയിടത്തും പോയി വാടകയ്ക്ക് തങ്ങിയാൽ. സന്ധ്യയ്ക്ക് തുളസി അമ്പലത്തിൽ പോയി. അമ്പിളിക്കുട്ടി ഉണ്ടായിരുന്നു ഒപ്പം. തൊഴുത് അവർ പ്രദക്ഷിണ വഴിയിലെത്തിയപ്പോൾ തൊട്ടു മുന്നിൽ നകുലൻ. കല്യാണത്തിന് ശേഷം ആദ്യം കാണുകയാണ് കൂടെ കസവ് നേരിയതൊടുത്ത ഭാര്യയും. എന്തു വേണമെന്നറിയാതെയായി തുളസിക്ക്. അഭിമുഖീകരിക്കാനാവാതെ കടന്നു പോകണോ, അതോ ബന്ധുത്വത്തിന്റെ ഉപചാരം കാട്ടണമോ? വേഭതോടെ തുളസി മുഖമുയർത്തി നോക്കിയത് സുമുഖിയായ പെൺകുട്ടിയുടെ മുഖത്തേക്കാണ്. വിളക്കണയും പോലെ ആ മുഖം ഇരുളുന്നത് തുളസി കണ്ടു. വിയർപ്പണിഞ്ഞ വട്ടമുഖം, നെറ്റിയിൽ ചാന്തുപൊട്ട്, മഷി എഴുതിയ കണ്ണുകൾ, മെടഞ്ഞ മുടി മുന്നോട്ടെടുത്തിട്ടിരിക്കുകയാണ്. അരുന്ധതി എന്ന പേരിന് ചേർന്ന രൂപം. ഇത്ര അടുത്ത്
തുളസി കാണുന്നത് ആദ്യമായിരുന്നു. അരുന്ധതിയുടെ മുഖം വെറുപ്പിൽ തിണർത്തതും തുളസി വിഷമത്തോടെ കണ്ണുകൾ തിരിച്ചെടുത്തു. എങ്കിലും നകുലനും ഭാര്യയും കടന്നുപോയ ശേഷമേ തുളസി നിന്നെടുത്തുനിന്ന് അനങ്ങാനായുള്ളൂ. തൻ്റെ നകുലേട്ടൻ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തിയ ദിവസം പോലും അവൾക്ക് ഇത്ര വ്യസനം അനുഭവപ്പെട്ടിട്ടില്ല. നകുലൻ അരികിലെത്തുമ്പോഴുള്ള ആ കളഭത്തിന്റെ സുഗന്ധം തുളസിയെ പൊതിഞ്ഞിരുന്നു. നെഞ്ചിനുള്ളിൽ അസഹ്യമായൊരു നൊമ്പരം നീറിപ്പടരുകയും താഴേക്കുള്ള പടിക്കെട്ടുകളിലൊന്നിൽ തുളസി വീണ്ടും നിന്നു. പടിക്കെട്ടുകൾ നിറയെ പവിഴമല്ലി പൂക്കൾ വീണ് കിടന്നിരുന്നു. ഈ പടിക്കെട്ടുകളിൽ നിന്നാണ് പലപ്പോഴും സ്നേഹവും വിഷമതകളും പങ്കിട്ടിരുന്നത്. നീ എന്താ ഇത്ര വൈകിയത്? മാരാത്തെത്തിയപ്പോൾ ശാരദ ചോദിച്ചു. കാരണം തുളസി ഒളിച്ചില്ല. പ്രദക്ഷിണ വഴിയിൽ വെച്ച് നകുലേട്ടനെയും ഭാര്യയും കണ്ടു. എന്നിട്ട് ശാരദയുടെ കണ്ണുകൾ വിടർന്നു. മിണ്ടിയോ? വളരെ നേർപ്പിച്ച് തുളസി ഒന്ന് മോളി. ആരാ ആദ്യം മിണ്ടിയത്? ആ കുട്ടിയാ? ആദ്യത്തെ അതേ മോളിൽ ശാരദയുടെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു. ആ കുട്ടി വളരെ നല്ലതാണെന്നാ കേൾക്കണേ. സർവ്വ പണികളും ചെയ്തോളൂ അത്രേ. ഈശ്വര വിചാരമുണ്ട്. വെളുപ്പിനെ കുളിച്ച് തൃക്കയിൽ തൊഴുതു വന്നിട്ട് അടുപ്പിൽ തീ പൂട്ടുള്ളൂ അത്രേ. മരിച്ചുപോയ ഏട്ടത്തിയമ്മയുടെ ശീലം അതായിരുന്നു. ഓപ്പയണച്ചാലും ഇപ്പം ഇത്തിരി നന്നായിരിക്കണു. ഉള്ളിലെ സന്തോഷം മുഖത്ത് കാണാം. വീട്ടിൽ വന്നു കയറണ പെൺകുട്ടികളുടെ ഐശ്വര്യം ഇതാ. വെറുതെ കേട്ടിരുന്നതല്ലാതെ തുളസി ഒന്നും മിണ്ടിയില്ല. ശാരദ സംഭാഷണം തുടർന്നു. മുരളിയും ചന്ദ്രയും കൂടെ അവിടെ പോയിരുന്നത്രേ. ചന്ദ്രി നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയതാ. അല്ലാതെ നിന്റെ ഏട്ടനാ ബുദ്ധി തോന്നുവോ? കൂടെ കൂടണ പെണ്ണിന്റെ മിടുക്കാതും. മുരളിയെ ചിട്ടിയിൽ ചേർപ്പിച്ച് അത് പിടിപ്പിച്ച് 5 പവന്റെ മാല ഒരെണ്ണം തീർപ്പിച്ചു അവള്. നമുക്ക് പ്രയോജനം ഇല്ലെങ്കിലും അവൻ കഴുമേ കയറി നശിച്ചില്ലല്ലോ. മുമ്പ് എങ്ങനെയായിരുന്നു? നാട്ടിനും ചീത്ത, വീട്ടിനും ചീത്ത, തനിക്കും ചീത്ത. വല്ലാത്ത തലവേദന. തുളസി പറഞ്ഞു. ഞാൻ ഇത്തിരി നേരം കിടക്കട്ടെ. ഈ ത്രിസന്ധ്യ സ്നേഹത്താ കിടക്കണത്? ശാരദ ചോദിച്ചു. നെറ്റിയുമേ പുരട്ടണ മരുന്നൊന്നും ഇല്ലേ നിന്റെ കയ്യില്? അത് വല്ലതും ഇത്തിരി എടുത്ത് പുരട്ട്. പിന്നൊരു കാര്യം, സൗകര്യം പോലെ ഒരു ദിവസം നീ മുരളിയുടെ അടുത്തൊന്ന് ചെല്ലണം കേട്ടോ. ചന്ദ്രൻ നിനക്കായി കല്യാണം ആലോചിക്കുന്നുണ്ട്. സ്കൂൾ മാഷ് തന്നെയാ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ചന്ദ്രി പറഞ്ഞു നിന്റെ സ്കൂളിൽ ഒരു മാഷ് നിന്നെ കല്യാണം കഴിക്കാൻ പോണതായി കേട്ടൂന്ന്. കല്യാണം കഴിയാത്ത ചെറുപ്പക്കാര് മാഷന്മാര് വല്ലോ അവിടെ ഉണ്ടോ? ഇതുവരെ പറഞ്ഞു കേൾക്കാത്തോണ്ട് ചോദിക്കുക. നിക്കറിയില്ല. തുളസി കൈമലർത്തി. ഒരു പക്ഷേ എന്നേക്കാൾ നിശ്ചയം ചന്ദ്രിക തന്നെയാവും. അവൾ മുറി വിട്ടുപോയി. പിറ്റേന്ന് ഉച്ചയോടെ തുളസി കൈതാരത്തിന് പുറപ്പെട്ടു. ഇറങ്ങാൻ നേരം ശാരദ തിരക്കി. വരണാഴ്ചയും നീ വരില്ലേ? വരും. വെള്ളിയാഴ്ച വൈകിട്ട് വരുമോ? അതോ ശനിയാഴ്ച രാവിലെയോ? എന്താമ്മേ? ചന്ദ്രി പറഞ്ഞ ആ മാഷ് ചിലപ്പോൾ നിന്നെ കാണാൻ വരും. ഉടനടി ഒന്നും ചിന്തിക്കണ്ടമ്മേ. അതെന്താ? നിക്കിപ്പോ കല്യാണം വേണ്ട. ആളുകൾ മറിച്ചേ പറയൂ. എന്ത്? നീ നകുലനെ ഓർത്തിരിക്കുകയാണെന്ന്. ഏതായാലും അവൻ്റേത് നടന്നുവല്ലോ. ഇനി എന്തിനെ കാത്തിരിക്കണത്? നിന്റെ കല്യാണം നടന്നാൽ അവനും സ്വൈര്യമാവും. തുളസി അത്ഭുതത്തിൽ അമ്മയെ നോക്കി. നേരാ ഞാൻ പറയണത്, ശാരദ പറഞ്ഞു. നീ ഇങ്ങനെ തനിച്ച് നിൽക്കുമ്പോൾ അവനും അതൊരു പ്രയാസമാവില്ലേ? എനിക്കിനി അങ്ങനൊരു ജീവിതം വേണ്ടമ്മേ. സ്ത്രീധനക്കാരെ ഓർത്താണ് കല്യാണം വേണ്ടാന്ന് പറയുന്നതെങ്കിൽ അതൊക്കെ ചന്ദ്രയും മുരളിയും കൂടി നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നോക്കാനാ? തുളസി ആരാഞ്ഞു. നിന്റെ എന്റെയും ഭാഗം മുരളിക്ക് എഴുതി കൊടുത്താൽ മതി. നിന്റെ കല്യാണ ചെലവ് അവര് വഹിക്കും. ചന്ദ്രയ്ക്ക് ഒന്നല്ല ചിട്ടി. രാജമ്മയോടൊപ്പം ഇരുന്ന് ചന്ദ്രിയും ഇപ്പോൾ രാപ്പകൽ തയ്ക്കുന്നുണ്ട്. തുളസി മറുപടി പറയാതെ നിന്നപ്പോൾ ഗോവിന്ദമാരാർ അകത്ത് നിന്ന് ഇറങ്ങി വന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഏട്ടത്തെപ്പോലെ ചീത്തപ്പേര് കേൾപ്പിച്ച് അടങ്ങുള്ളോ? തുളസി സ്തബ്ധയായി നിന്നു. നിന്റെ അമ്മയ്ക്കിപ്പോൾ ഒന്നിനും വയ്യ. ചന്ദ്രയും മുരളി ഇങ്ങോട്ട് വന്നാൽ ആളായില്ലോ. സമയാസമയത്തിന് ആഹാരം ഉണ്ടാവും. ചന്ദ്രിക അതിനൊക്കെ മിടിക്കുക. നീയൊക്കെ ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞിട്ട് എന്താ ഈ കുടുംബത്തിനൊരു പ്രയോജനം? എണ്ണിച്ചുട്ട അപ്പം പോലെ കുറച്ച് രൂപ കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് ഒരു കുടുംബം നീങ്ങുമോ? തുളസിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഈ കുടുംബത്തിന് വേണ്ടിയാണ് താൻ ജീവിച്ചത്. ഒടുവിൽ മതി, തുളസി പറഞ്ഞു. കവിളുകളിലൂടെ ചാലുകളായി ഒഴുകി കണ്ണുനീർ. പെട്ടെന്ന് അത് സാരിത്തുമ്പാൽ തുടച്ചിട്ട് അവൾ തിരിഞ്ഞു നടന്നു. ഇടവഴിയിലെത്തിയപ്പോൾ ബസ്സിന്റെ ശബ്ദം കേട്ടു. ഓടിയാണ് അവൾ ബസ്സിൽ കയറിയത്. ഇരിക്കാൻ സീറ്റ് കിട്ടി. കഴുത്തിലെ വിയർപ്പ് തുടച്ചിട്ട് അവൾ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ബസ്സിന്റെ കൈവരിയിൽ പിടിച്ച് നകുലൻ നിൽക്കുന്നു. നോട്ടങ്ങൾ ഒരേ നിമിഷമാണ് സന്ധിച്ചത്. തിടുക്കത്തിൽ തുളസി മുഖം തിരിച്ചു. അവൾ കൈതാരത്ത് കൃഷ്ണചന്ദ്രന്റെ വീട്ടിലെത്തുമ്പോൾ ലക്ഷ്മി ഉച്ചയുറക്കത്തിലായിരുന്നു. എന്തേ വീട്ടമ്മ ഇപ്പൊ പതിവില്ലാത്ത ഉച്ചയുറക്കമൊക്കെ ആരംഭിച്ചോ? തുളസി കളിയാക്കി. കൃഷ്ണേട്ടൻ ഇവിടെ ഉള്ളപ്പോൾ ശീലിപ്പിച്ചതാണ്.
മൂപ്പർക്ക് ഉച്ചയ്ക്ക് ഉച്ച ഉറക്കം നിർബന്ധമാ. അപ്പം ഞാനും അരികിൽ വേണം. തുളസിയുടെ കണ്ണുകൾ തിളങ്ങി. അവൾ കുസൃതിയിൽ ലക്ഷ്മിയെ നോക്കി. എവിടെ ആൾ? രാവിലെ പോയതാ. എപ്പോഴാണാവോ എത്തുക? തുളസി അകത്ത് എന്ന് വേഷം മാറ്റി വന്നു. കുളിച്ചിട്ട് വേഷം മാറാമായിരുന്നല്ലോ, ലക്ഷ്മി പറഞ്ഞു. കുളത്തിൽ ചെന്നെന്ന് മുങ്ങിയാൽ എന്ത് സുഖമാണെന്നോ. കുളത്തിൽ പോകാൻ എനിക്ക് സങ്കടാ ഏട്ടത്തി, തുളസി പറഞ്ഞു. ആദ്യമായി ഇവിടുത്തെ കുളത്തിൽ എന്നെ കൊണ്ടുപോയത് അമ്മയാ. ഞാൻ കുളിച്ചപ്പോൾ അമ്മ പടവിലിരുന്നു. അതുപോലൊരു സ്നേഹം ഭൂമിയിൽ വേറെ എനിക്ക് കിട്ടില്ല. ആ സ്നേഹത്തെ ഞാൻ പക്ഷെ ചതിച്ചു. അവളുടെ തൊണ്ടയിടറി, കണ്ണുകൾ നിറഞ്ഞു. ലക്ഷ്മിക്കും വിഷമമായി. സന്ധ്യയ്ക്കാണ് കൃഷ്ണചന്ദ്രൻ വന്നത്. ആഹാ, തുളസി വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്ര ധൃതി പിടിച്ച് വരില്ലായിരുന്നു, അയാൾ പറഞ്ഞു. എന്റെ വിവരം തിങ്കളാഴ്ച രാവിലെ താൻ വരുള്ളൂന്നായിരുന്നു. കൃഷ്ണചന്ദ്രൻ വന്ന ശേഷവും ലക്ഷ്മി അനിയത്തെ ചുറ്റിപ്പിടിച്ച് നിന്നപ്പോൾ തുളസി ശുണ്ടിയെടുത്തു. ഇതെന്താ ഇത്? ഏട്ടത്തി കൃഷ്ണേട്ടന്റെ കൂടെ ചെല്ല്. ഞാൻ ഇവിടെ അതിഥിയൊന്നുമല്ല. എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഊണിന്റെ സമയത്തും തുളസി പറഞ്ഞു. കൃഷ്ണേട്ടനും ഏട്ടത്തെയും കഴിച്ചോളൂ. അത് കഴിഞ്ഞ് ഞാൻ തനിയെ ഇരുന്നോളാം. പക്ഷേ കൃഷ്ണചന്ദ്രൻ സമ്മതിച്ചില്ല. അതൊന്നും പറ്റില്ല. നമുക്ക് 3 പേർക്ക് ഒരുമിച്ചിരിക്കാം. ഇല്ലേച്ചാ ലക്ഷ്മി തുളസിയുടെ കൂടെ കഴിക്കും. തുളസിയെ തനിച്ചാക്കാൻ ഞാൻ സമ്മതിക്കില്ല. 3 പേരും ഒരുമിച്ചിരുന്നപ്പോൾ തുളസിക്ക് ജാള്യമായി. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ താൻ എന്ന 3-ാം കോണൊരു അധികമല്ലേയെന്ന്. ഉറങ്ങാൻ നേരം ലക്ഷ്മി ചോദിച്ചു. നീ തനിച്ചു കിടക്കുവോ? അല്ലാതെ പിന്നെ, തുളസിക്ക് ശുണ്ടി വന്നു. ദേ, ഏട്ടത്തെയും കൃഷ്ണേട്ടനും എനിക്ക് ഇത്രയും കെയർ തരണ്ടാട്ടോ. നിങ്ങൾ 2 ആളും കൂടി താമസിക്കിടണത്ത് ഞാനിങ്ങനെ വന്ന് നിൽക്കണതേ തന്നെ ശരിയല്ല. ദേ, താടിക്ക് ഞാനൊരു കുത്തു തരും. ലക്ഷ്മിക്കും ദേഷ്യം വന്നു. ലോകത്തിൽ എങ്ങും നടക്കാത്തതായത്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നീ വേറൊരിടത്ത് ചെന്ന് താമസിക്കണതല്ലേ മോശം. ആ അമ്മയുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, തുളസി പറഞ്ഞു. ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല. തുളസിക്ക് കിടക്ക വിരിച്ചു കൊടുത്ത ശേഷമാണ് ലക്ഷ്മി കൃഷ്ണചന്ദ്രന്റെ മുറിയിലേക്ക് നടന്നത്. 2 ദിവസം കഴിഞ്ഞ് കൃഷ്ണചന്ദ്രൻ വൈകുന്നേരം എത്തിയത് ഒരു വലിയ പാക്കറ്റുമായാണ്. ഒരേ തരത്തിൽ 2 സാരികൾ അയാൾ പുറത്തെടുത്തു. ഒന്ന് ലക്ഷ്മിക്കും ഒന്ന് തുളസിക്കും. സെലക്ഷൻ മോശമാണെങ്കിൽ നാളെ കൊണ്ടുവന്ന് മാറ്റിയെടുക്കാം. സെലക്ഷൻ എങ്ങനെയെന്ന് തുളസി പറയട്ടെ. ലക്ഷ്മി തുളസിയെ നോക്കി. ഒരു സാരി എടുത്താൽ മതിയായിരുന്നു. ഇങ്ങനെ പണം തൂർത്തടിക്കണതിനോട് എനിക്ക് അല്പോ യോജിപ്പില്ല, തുളസി പറഞ്ഞു. അത് ഞാൻ തീരുമാനിച്ചോളാം, കൃഷ്ണചന്ദ്രന്റെ മറുപടി. ആ സാരികൾ ധരിച്ച് പിറ്റേന്ന് ലക്ഷ്മിയും തുളസി അമ്പലത്തിൽ പോയി. തൊഴുതിറങ്ങുമ്പോൾ മുന്നിൽ രുക്മിണി ടീച്ചർ. ഇതാണോ തുളസിയുടെ ഏട്ടത്തി? രുക്മിണി തുളസിയോട് ചോദിച്ചു. കണ്ടാലേ ഏട്ടത്തി ആരാ അനിയത്തി ആരാന്ന് മനസ്സിലാവില്ല കേട്ടോ. അതും ഒരേ വേഷം ധരിച്ചപ്പോൾ. തുളസിയുടെ ഏട്ടന് മാറിപ്പോവാതിരുന്നാൽ മതി. തുളസി വല്ലാതെയായി. കുശുമ്പിന്റെ അവതാരമാണ് രുക്മിണി എന്നറിയാം. സ്കൂളിൽ ചെന്ന് ഇത് വിളമ്പും. ലക്ഷ്മി കൂടെ ഉള്ളതുകൊണ്ട് ചുട്ടൊരു മറുപടി കൊടുക്കാനും കഴിഞ്ഞില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല, ലക്ഷ്മി ഒരു ഭാവമാറ്റവും കൂടാതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങളുടെ മുഖങ്ങൾക്കേ നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് അച്ഛൻ പെങ്ങളുടെ ചായയും ഇവൾക്ക് അമ്മയുടെ ചായയുമാ. ഞാൻ തമാശ പറഞ്ഞതാണ് കേട്ടോ. രുക്മിണിയും ചിരിച്ചു. നിങ്ങൾ 3 പേര് മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ. മിക്കവാറും ഞങ്ങൾ 2 പേരെ കാണാറുള്ളൂ. കൃഷ്ണേട്ടൻ വരിക 1 രാടവാ, ലക്ഷ്മി പറഞ്ഞു. പിറ്റേന്ന് സ്കൂളിൽ വെച്ച് രുക്മിണി ടീച്ചർ തുളസിയെ ഉപദേശിച്ചു. സൂക്ഷിക്കണം കേട്ടോ. ഏട്ടത്തിയും ഭർത്താവും മാത്രമായി പാർക്കണ വീട്ടിൽ അനിയത്തി കൂടി. എനിക്ക് എന്നെ വിശ്വാസമാണ്, അത് മതി, തുളസി പറഞ്ഞു. പക്ഷേ പൊതുജനം വിശ്വസിക്കില്ലല്ലോ. പ്രത്യേകിച്ചും കൈതാരം ഗ്രാമക്കാർ പരദൂഷണ വീരന്മാരാ. ടീച്ചർ ഒന്നും പറഞ്ഞുണ്ടാക്കാതിരുന്നാൽ മതി, തുളസിയുടെ സ്വരം മുറുകി. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ പലതും കേട്ടത്. ഇനിയിപ്പോൾ ഇതിന്റെ 10 ഇരട്ടി കേൾക്കുകയും ചെയ്യും. നാണമില്ലാത്തവർക്ക് അതൊരു പ്രശ്നമാവില്ലെന്ന് മാത്രം. അല്ലെങ്കിൽ എന്താ, ഏട്ടത്തി അനിയത്തി ഉറ്റ കൂട്ടുകാരികളെ പോലെയല്ലേ. വഴക്കും പിണക്കവും ഒന്നും ഉണ്ടാവാൻ പോണില്ലാത്ത സ്ഥിതിക്ക് ഇതിപ്പോ ഇങ്ങനെ അങ്ങ് തുടർന്നാലും പ്രശ്നമൊന്നുമില്ല. ഒരക്ഷരം ശബ്ദിച്ചില്ല തുളസി. രുക്മിണി മുന്നിൽ നിന്ന് പോയതും അവൾക്ക് പൊട്ടിക്കരാനുള്ള പ്രേരണയുണ്ടായി. എന്താ താൻ ചെയ്യുക? ഏട്ടത്തി കൈതാരത്തുള്ള സ്ഥിതിക്ക് മറ്റൊരിടത്ത് നിന്ന് താമസിക്കണത് മോശം. ഏട്ടത്തിയോടും ഭർത്താവിനോടും ഒന്നിച്ച് താമസിക്കണതും മോശം. എന്തു പറ്റി ടീച്ചർ? തുളസിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ഉണ്ണിരവി മാഷ് ചോദിച്ചു. മാഷിനോട് തുളസി കാര്യം പറഞ്ഞു. സാരയില്ലെന്നേ, അവഗണിക്കുക. തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ നമുക്ക് മാർഗം ഉണ്ടാക്കാം. എന്തു മാർഗം? തുളസി തിരക്കി. അതപ്പോ പറഞ്ഞാ പോരെ, മാഷി ചിരിച്ചു. എന്ത് സങ്കടവും ലക്ഷ്മിയോട് തുറന്നു പറയാനുള്ള തുളസി സ്കൂളിലെ അവസ്ഥ ഏട്ടത്തിയോട് ഒളിച്ചു. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ് വത്സല ടീച്ചർക്ക് നൽകി. തുളസി ഉച്ചയോടെ സ്കൂളിൽ നിന്നിറങ്ങി. തിരക്ക് പിടിച്ച് ഇത്തിരി ചോറ് കഴിച്ചിട്ട് അവൾ ബാഗിൽ തുണികൾ കുത്തി നിറച്ചപ്പോൾ ലക്ഷ്മി തിരക്കി. ഈ ആഴ്ച പോണ്ടെന്ന് വെച്ചൂടെ മോളെ? ഇല്ലെങ്കിൽ ശനിയാഴ്ച പോകാടി. പറ്റത്തില്ല ഏട്ടത്തി. ഏട്ടത്തിക്ക് അമ്മയുടെ സ്ഥിതി അറിയില്ലേ?
അതിനൊന്നും വയ്യ. 1 മണിക്കൂർ മുമ്പേ ഞാൻ വീട്ടിലെത്തിയാൽ അമ്മയ്ക്ക് അത്ര ആശ്വാസവും, തുളസി പറഞ്ഞു. അത് ലക്ഷ്മിക്കും കൂടി ബോധ്യമുള്ള കാര്യമായതിനാൽ അവൾ പിന്നെ എതിർത്തില്ല. ബസ് ഇറങ്ങി തുളസി ഇടവഴിയിലെത്തിയപ്പോൾ മുന്നിൽ നകുലൻ. ഒഴിയാൻ മാർഗങ്ങളൊന്നുമില്ല. ഒരു നിമിഷം പതറി നിന്നിട്ട് അവൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നീങ്ങി. മുഖം ഉയർത്തിയതേയില്ല. തുളസി അരികിലെത്തിയപ്പോൾ നകുലൻ നിന്നു. വരും വഴിയാ? ആ ചോദ്യം കേട്ടില്ലാന്ന് നടിക്കാമായിരുന്നു. പക്ഷേ അതേപ്പറ്റി ചിന്തിച്ചപ്പോഴേ അവളുടെ നെഞ്ചു നൊന്തു. അതുകൊണ്ട് ശബ്ദം താഴ്ത്തി തുളസി ഒന്ന് മൂളി. നടത്തയുടെ വേഗം അതേപടി തുടർന്നു. മാരാത്തെത്തിയപ്പോൾ അത്ഭുതം. ഉമ്മറ വാതുക്കൽ പുഞ്ചിരിയോടെ ചന്ദ്രിക. ഞങ്ങൾ ഇങ്ങ് പോന്നു തുളസി. ചന്ദ്രിക പുഞ്ചിരിച്ചു. തുളസിക്കറിയാലോ എൻ്റെ അമ്മയുടെ സ്വഭാവം. അമ്മമ്മ എപ്പോഴും പറയും ഇതെൻ്റെ വീടാ, എൻ്റെ വീടാന്നു. സ്വന്തം മകളായ എൻ്റെ അമ്മയ്ക്ക് പോലും അത് സഹിക്കാറില്ല. ഇന്നലെ മുരളിയേട്ടനോട് ഇങ്ങനെ പറഞ്ഞാലും മൂപ്പർ എൻ്റെ അടുത്ത് കൽപ്പിച്ചു, നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ ഇവിടെ നിറങ്ങും, മനസ്സുണ്ടേ കൂടെ പോന്നോണോന്ന്. അനുസരിക്കാതെ പറ്റുമോ എനിക്ക്? ഇവിടെ വന്നപ്പോൾ അമ്മ ദാ പറയണു ഇനി ഇവിടുന്ന് എങ്ങടും പോണ്ടാന്നു. തുളസി ഒന്ന് പുഞ്ചിരിച്ചു. അവൾ അകത്ത് ചെല്ലുമ്പോൾ ചെന്ന് സാരി മാറുമ്പോൾ ഒരു ഗ്ലാസ് കട്ടനുമായി ചന്ദ്രിക വാതുക്കിലെത്തി. ദാ മോളെ കട്ടൻ. നാളെ മുതൽ നാഴി പാല് വീതം വാങ്ങാൻ തീരുമാനിച്ചു. അമ്മയ്ക്കും അച്ഛനും കട്ടൻ കൊടുത്തിട്ടുള്ള സമ്പാദ്യം ഇവിടെ വേണ്ടാന്ന് മുരളിയേട്ടൻ പറഞ്ഞു. തുളസി ആ കട്ടൻ വാങ്ങി കുടിച്ചു. വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒരു ഗ്ലാസ് ചൂട് കട്ടനെങ്കിലും കിട്ടണത് എത്ര നല്ല കാര്യമാണെന്ന് അവൾ ഓർത്തു. ഒന്നുകൂടി ചന്ദ്രിക പറഞ്ഞു. ഞായറാഴ്ച ഒരാൾ തുളസിയെ കാണാൻ വരൂട്ടോ. നേരത്തെ പറഞ്ഞില്ലാന്ന് വേണ്ട. അതുമാത്രം പറയണ്ട. തുളസിയുടെ സ്വരം ഉറച്ചു. എനിക്ക് കല്യാണം വേണ്ട. ചന്ദ്രിക വായും തുറന്നു നിന്നുപോയി. പിറ്റേന്ന് ആ ന്യൂസ് തെക്കേ മാരാത്തു എത്തി. അതെന്താ അങ്ങനെ? അരുന്ധതി നകുലനോട് തിരക്കി. ഏത്? എങ്ങനെ? നകുലൻ പുരികം ചൊളിച്ചു. തുളസി കല്യാണം വേണ്ടാന്ന് പറയാൻ കാരണം എനിക്കറിയൂ. നകുലൻ ഈർഷ്യ വന്നു. നകുലേട്ടൻ അറിയാതെ വരില്ലാലോ. അരുന്ധതിയുടെ മിഴികൾ ജ്വലിച്ചു. ഏതായാലും ഈ അഭ്യാസം വേണ്ട. വീട്ടിലൊരുത്തിയും മനസ്സിൽ മറ്റൊരുത്തിയും. നകുലൻ ശരിക്കും അന്താളിച്ചു പോയി. തുലാഭാരം എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്